ആലോചിച്ചു. കാരണം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, മക്കൾ മാതാപിതാക്കളോട് ചേർന്നൊരു വാക്കുപോലും പറയാൻ പാടില്ല എന്ന്. വിശുദ്ധ ബൈബിൾ മത്തായി 15 പഠിപ്പിക്കുന്നു, മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കണം. അധിക്ഷേപിക്കുന്നവൻ ദൈവത്തിന്റെ മുമ്പിൽ, പടച്ചവന്റെ മുമ്പിൽ മരിച്ചതിന് തുല്യം മാത്രമാണ്. ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, കൃഷ്ണന്റെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും, വേണ്ടാന്ന് ഞാൻ പറയില്ല, ആയിക്കൊള്ളു. പക്ഷെ കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുത്ത ജീവിത വിജയം വിജയിപ്പിക്കാനുള്ള പല വഴികൾ, ദൈവത്തിലേക്ക് തിരിച്ചെത്താനുള്ള പല വഴി, കർമ്മയോഗം. കർമ്മം ചെയ്യുമ്പോൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യൂ. നീ നിന്റെ ഭർത്താവിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് സഹോദരങ്ങളെ? ഉറക്കെ പറയൂ, എന്താ പ്രതീക്ഷിക്കുന്നത്? സ്നേഹം, അല്ലെ? നീ സ്നേഹം പ്രതീക്ഷിച്ചുകൊണ്ട് നിന്റെ ഭർത്താവിന് ചായയും ആഹാരം വിളമ്പുന്നതുകൊണ്ടല്ലേ അദ്ദേഹത്തിൽ നിന്ന് സ്നേഹം കിട്ടാതെ വരുമ്പോൾ നിനക്ക് വിഷമം ഉണ്ടാകുന്നത്? എന്നാൽ നീ ദൈവത്തിൽ നിന്ന് മാത്രം സ്നേഹം പ്രതീക്ഷിച്ചുകൊണ്ട് ഭർത്താവിനോട് ചെയ്യേണ്ട ഡ്യൂട്ടികൾ നീ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു നോക്കിയേ. അതാണ് ഗീത പഠിപ്പിക്കുന്നത്. ആലോചിച്ചു, എന്റെ ഭർത്താവിൽ നിന്ന് ഈ ചപ്പാത്തി വെച്ചു കൊടുത്താൽ സ്നേഹം കിട്ടും, ഞാൻ നല്ല കറി വെച്ചു കൊടുത്തിട്ടും സ്നേഹം കിട്ടിയില്ല. നീ വെറും ഭർത്താവിൽ നിന്നും, ഭർത്താവ് ഭാര്യയിൽ നിന്നും സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. ഞാൻ ദൈവത്തിൽ നിന്ന് സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. ദൈവത്തിൽ നിന്ന് കിട്ടിയാൽ അത് എല്ലാം കിട്ടിയതിന് തുല്യമായി. ഈ തുക്കട പോണ മനുഷ്യനിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ട് എന്ത് കാര്യം സാധിക്കാന്? ആലോചിച്ച് നോക്ക്, അത് താൽക്കാലികം മാത്രം. അപ്പൊ ഗീത പല വഴികൾ പറയുന്നു. ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം, ധ്യാനയോഗം, ഇങ്ങനെ പല വഴികളിലൂടെ ദൈവത്തിലെത്താമെന്ന് ഗീത പഠിപ്പിക്കുന്നു. ശരിയല്ലേ സിസ്റ്റർ? എന്റെ ചോദ്യം, അമ്പലത്തിൽ പോവാതിരിക്കുകയോ ചെയ്തു, പക്ഷെ 10 മിനിറ്റ് നേരം നിന്റെ മക്കളെ ഡെയിലി വീട്ടിൽ ഭഗവത്ഗീതയുടെ സീക്രട്സ് അല്ലെങ്കിൽ രാമായണം, അച്ഛനോട് എങ്ങനെ പെരുമാറണം, സഹോദരനോട് എങ്ങനെ പെരുമാറണം, ഓരോന്നും അതിനകത്ത് മൂല്യങ്ങൾ നിറഞ്ഞു കിടക്കുന്ന രാമായണം, അത് കൃത്യമായി ഡെയിലി 10 മിനിറ്റ് മക്കളെ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ഇല്ലെങ്കിൽ മാസത്തിൽ 10 ദിവസമെങ്കിലും ഈ മക്കളെ വായിപ്പിക്കുന്ന, അമ്പലത്തിൽ പോകുമെന്ന് പറഞ്ഞ മാതാപിതാക്കളുണ്ടെങ്കിൽ, വായിക്കുന്ന മക്കളുണ്ടെങ്കിൽ, ദൈവത്തിന്റെ നാമത്തിൽ സത്യം സത്യമായെന്ന് കൈപൊക്കിയേ. മക്കളെ വായിപ്പിക്കണം. ഇവിടെ മക്കളെ ഞാൻ കണ്ടില്ല. ഭഗവത്ഗീത, രാമായണം കണ്ടില്ല. നിങ്ങൾ മാത്രം വായിച്ചാൽ നിങ്ങളല്ലേ സ്വർഗത്തിലേക്ക് പോകും. പക്ഷെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകൂലല്ലോ സഹോദരി. അതാണ് സത്യം. ഇപ്പൊ എന്നോട് ദേഷ്യം വന്നു, അല്ലെ? നമുക്കെല്ലാം സ്വർഗത്തിലേക്ക് പോകണം, പക്ഷെ നിന്റെ മക്കൾ വായിക്കുകയും അത് പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകില്ലല്ലോ. ഞാൻ പറഞ്ഞതല്ലല്ലോ. പ്രവാചകനായ തിരുമേനി, നബി തിരുമേനി പഠിപ്പിച്ചതാണ്. നബി തിരുമേനിയോട് ചെല്ലിനെന്ന് ചോദിച്ചു, തിരുമേനി, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള അവകാശം എന്താണ്? അദ്ദേഹം എന്താ പറഞ്ഞത്? നിന്റെ മക്കൾ അത് നിന്റെ സ്വർഗവുമാണ്, നിന്റെ നരകവുമാണ് എന്ന്. മക്കളെ നാശത്തിലേക്ക് തള്ളിവിട്ടിട്ട് മാതാപിതാക്കൾ അങ്ങ് ഓടിച്ചെന്ന് അങ്ങ് കയറ്റിവിടുവല്ലേ? അപ്പം വഴി തെറ്റാതിരിക്കേണ്ട സദാചാര ബോധത്തിന്റെ, മൂല്യബോധത്തിന്റെ, ജ്ഞാനത്തിന്റെ പുസ്തകങ്ങൾ ഡെയിലി അരമണിക്കൂർ മക്കളെ വായിപ്പിക്കാതെ നമ്മൾ മക്കളെ കൊണ്ട് പ്രാർത്ഥിക്കാൻ നടന്നാൽ നേരെ അങ്ങ് കയറി പോകുമെന്നൊരു ബുദ്ധി ഉപയോഗിച്ച് ആലോചിച്ച് നോക്കിയേ. ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത് മറക്കരുത്. മമ്മൂട്ടി, മോഹൻലാൽ, വിജയ് സൂര്യമാർ, പിന്നെ കാജൽ അഗർവാൾ, പിന്നെ സീല, അവരുടെ ഒന്നും ഫാനാകുന്നതിൽ എനിക്ക് വിരോധമില്ല. അവരുടെ ഒന്നും ഫാനാകുന്നതിൽ എനിക്ക് വിരോധമില്ല. പക്ഷെ നിങ്ങളുടെ മക്കൾ അവരുടെക്കാൾ ടോപ്പ് ആവണം, അവരെക്കാൾ ഉയർന്നു പോകണം. എപ്പോഴും അവരുടെ പുറകെ കൈമടിച്ചുകൊണ്ട് മാത്രം നടന്നാൽ പിന്നെ നിന്റെ മക്കൾ എന്നാ ഉയർന്ന നിലയിലെത്തുക? ശരിയല്ലേ? നിങ്ങളെന്നും ഈ കൈയടിച്ചുകൊണ്ടും സിനിമ കണ്ടും സീരിയൽ കണ്ടും നടന്നാൽ നിങ്ങളെന്നാ ടോപ്പ് ആവുന്നത്? ആലോചിക്കും. അപ്പൊ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരു നല്ല ആൺകുട്ടി ആരെന്നറിയാമോ? ഒരു നല്ല ആൺകുട്ടി ആരെന്നറിയാമോ? ഓരോ പെൺകുട്ടിയും മനസ്സിലാക്കി വെച്ചോളൂ. ഒരു നല്ല ആൺകുട്ടി ആരെന്ന് ചോദിച്ചാൽ അവന്റെ മാതാപിതാക്കളോട് കള്ളം പറയാത്ത, മാതാപിതാക്കളെ തറയെ വെക്കാതെ നോക്കുന്ന, സ്വന്തം സഹോദരങ്ങളെ സ്നേഹിക്കുന്ന, കൂടെ പഠിക്കുന്ന കുട്ടികളെ പഠിക്കാൻ സഹായിക്കുന്ന, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് തനിക്ക് പറ്റിയ അബദ്ധങ്ങളും തെറ്റുകളും ഓർത്ത് ആത്മാർത്ഥമായി പൊട്ടിക്കരയുന്ന ആൺകുട്ടികളെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ പയ്യന്മാരെ നിങ്ങൾ വിശ്വസിച്ചോളൂ, അവനിൽ നന്മയുണ്ട്. കാരണം അവന് മാത്രമേ ഭാവിയിൽ അവന്റെ ഭാര്യയുടെ മനസ്സറിയാൻ കഴിയൂ. ആ പയ്യന് മാത്രമേ ഭാവിയിൽ അവന്റെ ഭാര്യയുടെ വേദന അറിയാൻ കഴിയൂ. ആ പയ്യന് മാത്രമേ അവന്റെ അമ്മയുടെ അച്ഛന്റെയും വേദന അറിയാൻ കഴിയൂ. എന്തെല്ലാം കണ്ടിട്ടും ആർത്തട്ടഹസിച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കിടക്കുന്ന, ഒരു കുലുക്കവുമില്ലാത്ത, സമൂഹത്തിനോട് ഒരു കരുണയുമില്ലാത്ത ഒരു ആൺകുട്ടിയെ നീ വിശ്വസിക്കരുത്. കാരണം അങ്ങനെയുള്ള ഒരു ആൺകുട്ടിയെയാണ് നീ കല്യാണം കഴിക്കുന്നതെങ്കിൽ ഭാവിയിൽ നിന്റെ വേദനയും അവന് കാണാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്.
ആലോചിച്ചു. കാരണം ഞാൻ NCERTയുടെയും WHO ട്രെയിനിങ് തന്ന കൗൺസിലറാണ്. WHO 24 വയസ്സിൽ താഴെയുള്ള നിങ്ങളുടെ ഈ കുട്ടികൾക്ക് ഇട്ടേക്കുന്ന പുതിയ പേരെന്താണെന്ന് അറിയാമോ? അഡോളസൻസ് എന്ന കൗമാരപ്രായമല്ല, ഇവർക്കിട്ടേക്കുന്ന പുതിയ പേരാണ് ദേ ആർ ദി ഫ്യൂച്ചർ പാരന്റ്സ്. ശരിയല്ലേ? ഈ ഇരിക്കുന്ന ഇവരാണ് വരാൻ പോകുന്ന ഭാവിയിലെ ഭർത്താക്കന്മാരും ഭാര്യമാരും ആകേണ്ടവർ. യെസ് ഓർ നോ? ആലോചിക്കും. എന്റെ ചോദ്യം, ഭാവിയിൽ വിവാഹം കഴിക്കണമെന്നും അത് നല്ല പെൺകുട്ടിയെ കല്യാണം കഴിക്കണം, നല്ല ആൺകുട്ടിയെ കല്യാണം കഴിക്കണം, അതിനേക്കാൾ ഉപരി ഏറ്റവും നല്ല മക്കൾ ജനിക്കണം എന്നുകൂടെ ആഗ്രഹമുള്ള 24 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരോട്, കുട്ടികളോട് അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ സത്യമായി കൈപൊക്കുകയും, ഇല്ലെങ്കിൽ ഞാൻ പറയും അമേരിക്കൻ യൂറോപ്യൻ പരിപാടി അനുസരിച്ച് ബോയ് ഫ്രണ്ടന്മാർ ഗേൾ ഫ്രണ്ടന്മാർ എന്ന് വായി നോക്കി നടക്കുന്ന കഥാപാത്രങ്ങളാവാനാണ് താല്പര്യം എന്ന് പറയും. 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ഫാമിലി, അല്ലെങ്കിൽ ഏതൊരു സിനിമയിൽ വന്നല്ലോ സ്റ്റെപ്പ് ഫാദർ സ്റ്റെപ്പ് മദർ, ഏതായിരുന്നു? കുറച്ചു പറ. ടു കൺട്രീസ്. ഇപ്പൊ പറയും ഞാൻ 2 കൺട്രി അല്ല ഫുൾ കൺട്രി എന്ന് പറയേണ്ടി വരും. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഭാവിയിൽ നല്ല കുടുംബം ഉണ്ടാവണം, അതിനേക്കാൾ ഉപരി നല്ല മക്കൾ ജനിക്കണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന ആഗ്രഹമുള്ള കുട്ടികൾ കൈപൊക്കുകയും നേരെ കൈപൊക്കും. ഈ കൈപൊക്കിയവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഷോ. ഈ കൈപൊക്കിയവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഷോ. കാത്തുപോയി. അല്ലാതെ ഭാവിയിൽ എനിക്ക് എങ്ങനെയെങ്കിലും നടക്കണമെന്നുള്ളവർക്കുള്ളതല്ല ഈ ഷോ. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ പോകാം, അതല്ലെങ്കിൽ ശ്രദ്ധിക്കൂ. എന്റെ ചോദ്യം, ഞാൻ നിങ്ങളുടെ മക്കളുടെ ഭാവി ഒന്ന് ചെറുതായിട്ട് പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്ന് പറഞ്ഞോട്ടെ. കാരണം ഖുർആൻ പറയുന്നു അതിന്റെ ആശയം കിട്ടിക്കഴിഞ്ഞാൽ അകക്കണ്ണ് തുറക്കുമെന്നും വരാൻ പോകുന്ന ഭാവിയും പലതും പ്രവചിക്കാൻ കഴിയുമെന്നും പഠിപ്പിക്കുന്നു. ശരിയാണോ തെറ്റാണോ സാറേ? ശരിയാണ്. ശരിയാണെങ്കിൽ എന്റെ ഒന്ന് നമ്മുടെ ഈ ആൺമക്കളിൽ, ഇവിടെ ഇരിക്കുന്നതല്ല, ഇന്നത്തെ യുവതലമുറയിലെ ഇന്നിവിടെ വരാത്തവരോട് വീട്ടിൽ പോയി പറയുക, ആ ആൺകുട്ടികളും ഈ ഇരിക്കുന്ന ആൺമക്കളിൽ പലർക്കും വരും ഭാവിയിൽ കല്യാണം കഴിപ്പിച്ചൊക്കെ അയക്കും, പക്ഷെ നല്ല മക്കൾ ജനിക്കാൻ ചാൻസ് കുറവാണ്. നിന്റെ മക്കൾക്ക്, നിന്റെ ചെറുമക്കൾ എന്ന് പറഞ്ഞ അടുത്ത തലമുറ ഗുണനിലവാരമുള്ള നല്ല മക്കൾ ജനിക്കാനുള്ള ചാൻസ് കുറവാണെന്നാണ് പറഞ്ഞത്. 2, ചിലപ്പോ മക്കൾ പോലും ജനിക്കാൻ ചാൻസ് ഉണ്ടാകില്ല. 3, ഡൈവേഴ്സിനുള്ള ചാൻസ് കൂടുതലാണ്. 4, ക്യാൻസറും മെന്റൽ പേഷ്യന്റ് ആവാനുള്ള ചാൻസും കൂടുതലാണ്. കാരണം ഇന്ന് കേരളം അതിൽ 1ാം സ്ഥാനത്താണ്. 5, വരാൻ പോകുന്ന പരീക്ഷകളിൽ ചിലപ്പോ വമ്പൻ തോൽവികളും വാങ്ങിക്കേണ്ടി വരും. 5. ഞാനിവിടെ നിർത്തി. ഇത് പറഞ്ഞിട്ട് ഞാൻ ഓടിക്കളയില്ല. ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇവിടെ ഇരിക്കുന്ന ചില വാപ്പമാരുടെ കണ്ണുകൾ നോക്കിയാൽ എന്റെ കയ്യിൽ ഒരു തോക്ക് കിട്ടിയിരുന്നെങ്കിൽ താടിക്കാരനെ ഞാൻ വെടിവെച്ചു കൊന്നേനെ എന്ന നോട്ടം എനിക്ക് കാണാം. കുറെ അമ്മമാരിലും എനിക്ക് കാണാം. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് ഓടിക്കളയില്ല. ഐ എം ഗോയിങ് ടു പ്രൂവ്. ഈ 5 എണ്ണവും ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. എന്നിട്ട് വിശ്വസിച്ചാൽ മതി. കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നു, നീ എത്രയെല്ലാം സത്യങ്ങൾ പറഞ്ഞാലും ജനങ്ങളിൽ അധികം പേരും സത്യത്തിൽ വിശ്വസിക്കില്ല എന്ന്. അതിനുമുമ്പ് ഞാൻ നല്ല ആൺകുട്ടിയാണ് നേരത്തെ പറഞ്ഞത്, നല്ല പെൺകുട്ടിയെ പറഞ്ഞില്ല. ഒരു നല്ല പെൺകുട്ടി ആര് എന്ന് ഞാൻ നിന്നോട് പറയാം. സ്വന്തം ഉമ്മയോടും വാപ്പയോടും സത്യസന്ധത പുലർത്തുന്ന, മാതാപിതാക്കളെ തറയെ വെക്കാതെ നോക്കുന്ന, സഹോദരങ്ങളെ സ്നേഹിക്കുന്ന, കൂടെ പഠിക്കുന്ന കുട്ടിയെ പഠനത്തിൽ വിജയിക്കാൻ സഹായിക്കുന്ന, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് താൻ ചെയ്ത തെറ്റുകളും അബദ്ധങ്ങളും ഓർത്ത് ആത്മാർത്ഥമായി പൊട്ടിക്കരയുന്ന പെൺകുട്ടികളെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ നീ ഉറപ്പായിട്ട് അവളെ വിശ്വസിച്ചോളൂ. അവളിൽ നന്മയുണ്ട്. അവക്ക് മാത്രമേ ഭാവിയിൽ അവളുടെ ഭർത്താവിന്റെ മനസ്സും വേദനയും അറിയാൻ കഴിയൂ. അവളുടെ ഭാവിയിലെ മറ്റു പലരെയും അവൾക്കറിയാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. അപ്പൊ 2 കൂട്ടരും മനസ്സിലായല്ലോ. ഇത് ഞാൻ എവിടെ നിന്നാണ് എഴുതിയെടുത്തത്, എവിടെ നിന്നാണ് ശരിയാക്കി എടുത്തതെന്ന് അറിയാമോ? ഇവിടെ പടച്ചവന്റെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ആ ദൈവ സാന്നിധ്യത്തിൽ പ്രവാചകനായ തിരുമേനി പറഞ്ഞതിൽ നിന്നാണ് ഞാൻ ഇത് എഴുതിയെടുത്തത്. പ്രവാചകൻ പറഞ്ഞത് എങ്ങനെയായിരുന്നു എന്നറിയാമോ? തിരുമേനിയുടെ നബി തിരുമേനിയുടെ ചെന്ന് ചോദിച്ചു, തിരുമേനി, ഒരു നല്ല വിശ്വാസിയുടെ ക്വാളിറ്റി എന്താണ്? അദ്ദേഹം പറഞ്ഞതാ,
ഒരു നല്ല വിശ്വാസി ആരാണ് എന്ന് ചോദിച്ചാൽ, അവൻ ചെയ്ത നന്മകളെ ഓർത്ത് സന്തോഷിക്കുന്നവനും അവൻ ചെയ്ത തിന്മകളെ ഓർത്ത് പശ്ചാത്തപിക്കുകയും പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്യുന്നവനാണ് ഏറ്റവും നല്ല വിശ്വാസി. അത് വായിച്ചപ്പോഴാണ് എനിക്ക് ഈ രീതിയിൽ ഇതിനെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കിയത്. ആലോചിച്ചു. ഇപ്പോഴും വീണ്ടും സംസാരിക്കുകയാണ്. ഇവിടെ ദൈവസാന്നിധ്യമുള്ള ക്ലാസ്സാണ്. സംസാരിച്ചാൽ എടുത്ത് വെളിയിക്കളയും. ചെറുതിലെ നടക്കേണ്ട വഴി ശീലിപ്പിച്ചാൽ വാർദ്ധക്യത്തിലും വഴിതെറ്റില്ല എന്ന് ബൈബിളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ദൈവിക കാര്യങ്ങളും നിനക്ക് ജനിക്കാൻ പോകുന്ന മക്കളെ കുറിച്ചുമാണ് പറയുന്നത്. നീ എന്നാലോചിച്ച് നോക്കൂ, നീ എങ്ങനെയെന്നുള്ളതിനനുസരിച്ചായിരിക്കില്ലേ വരാൻ പോകുന്ന മക്കൾ നിനക്ക് ജനിക്കുന്നത്. ഞാൻ ഇപ്പൊ കാണിച്ചു തരും നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന മക്കൾ എങ്ങനെ ഇരിക്കും. അത് ശ്രദ്ധിച്ചിരിക്കുന്നതൊക്കെ കാണാൻ പറ്റൂ. എങ്ങനെ കിടില മക്കളെ ഭാവിയിൽ ജനിപ്പിക്കാമെന്ന സീക്രട്ട് എനിക്കറിയാം. അതിനും ആദ്യം നീ ശുദ്ധീകരിക്കണം. സൂറത്ത് മറിയം, അകം ശുദ്ധീകരിച്ച് വൃത്തിയാക്കാതെ നല്ല മക്കൾ, നല്ല റൂഹ് കയറൂല്ല മോളെ. അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റിലേക്ക് പോവാം. നമ്പർ 1 ഞാൻ പറഞ്ഞത് എന്തായിരുന്നു? നിങ്ങളുടെ 24 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരായ ആൺകുട്ടികളിൽ പലർക്കും വരാൻ പോകുന്ന ഭാവിയിൽ നല്ല മക്കൾ ജനിക്കാനുള്ള ചാൻസ് കുറവാണെന്നാണ് പറഞ്ഞത്. അതല്ലേ ആദ്യം പറഞ്ഞത്? യെസ്. ഇപ്പൊ തെളിയിക്കാം. മക്കൾക്ക് ജീൻസ് പാൻസ് വാങ്ങിച്ചു കൊടുത്ത മാതാപിതാക്കളെല്ലാം ഒന്ന് കൈപൊക്കി. നേരെ പൊക്കും, നേരെ പൊക്കും. കാത്തും ആര് പറഞ്ഞിട്ടാ വാങ്ങിച്ചു കൊടുത്തത്? അവരുടെ ഇഷ്ടത്തിന്. 5 വയസ്സും 10 വയസ്സും 15 വയസ്സുമുള്ള കുട്ടികൾ സൈനൈഡ് വാങ്ങിച്ചു തരാൻ പറയും. അവർക്ക് തോന്നിയത് വാങ്ങിച്ചു തരാൻ പറയും. കുട്ടിയുടെ ആഗ്രഹങ്ങളെല്ലാം പറയും. കുട്ടികളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളാണോ ശ്രേഷ്ഠരായ മാതാപിതാക്കൾ? അതിന്റെ തെറ്റും ശരികളും മനസ്സിലാക്കി നല്ലതുകൾ വാങ്ങിച്ചു കൊടുക്കുകയും ചീത്ത കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, സത്യാസത്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന ബുദ്ധി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്, ആ ബുദ്ധിയെ നീ നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്ന്. 2, എന്റെ ഇസ്ലാം സഹോദരങ്ങളോട്, നിങ്ങൾ ഖുർആൻ വായിക്കുന്നു, ഹദീസ് വായിക്കുന്നു. അല്ല, ഞാൻ നേരത്തെ ചോദിച്ചില്ല, അതുകൂടെ ഒന്ന് ചോദിച്ചോട്ടെ. ഭഗവത്ഗീത മാത്രമേ ചോദിച്ചോളൂ. ഈ മക്കൾ ഇങ്ങനെ ആവാൻ കാരണം എന്റെ ചോദ്യം, എല്ലാ ദിവസവും ഈ സമയമില്ലാന്ന് പറയാൻ പറ്റില്ല. ബോർഡിൽ എല്ലാ സീരിയൽ സൈഡിൽ നമ്മൾ ടൈം എഴുതി വെച്ചേക്കാണ്. വൈകുന്നേരം 7 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള TV പരിപാടിയുടെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സമയമില്ല സാറേ, സമയമില്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ബോർഡ് മുഴുവൻ നിങ്ങളെ കൂട്ടിയ ബോർഡാണ്. അത് നിങ്ങൾ അറിഞ്ഞില്ല. നിങ്ങൾക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ആ ബോർഡിനകത്തൊരു സംഗതിയുണ്ട്. കാരണം ചെല്ലോട് ഞാൻ ചോദിക്കും, ഖുർആൻ ഓതാണ്ട സമയം കിട്ടാറില്ല സാറേ. പക്ഷെ ആ പറഞ്ഞ സാധനങ്ങൾക്കൊക്കെ അതിന് സമയം കിട്ടാറില്ല. എന്റെ ചോദ്യം ഇതാണ്, എല്ലാ ദിവസവും 10 മിനിറ്റ് നേരം വിശുദ്ധ ഖുർആൻ 114 സൂറത്ത്, ഓരോ സൂറത്തുകളായി അതിന്റെ ആശയവും അർത്ഥവും മനസ്സിലാക്കി മക്കളെ പഠിപ്പിക്കുകയും മക്കളെ മനസ്സിലാക്കി കൊടുക്കുകയും സ്വന്തമായി വായിച്ചു പഠിക്കുകയും. എനിക്ക് അറിയേണ്ടത് മക്കളെ പഠിപ്പിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളും വായിക്കുന്ന മക്കളും ഓതുന്ന മക്കളും ഇതിനകത്തുണ്ടെങ്കിൽ ആഴ്ചയിൽ 5 ദിവസം, ഇല്ലെങ്കിൽ മാസത്തിൽ 10 ദിവസം മുടക്കം കൂടാതെ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ പടച്ചോന്റെ നാമത്തിൽ സത്യം സത്യമായെന്ന് കൈപൊക്കുകയും. കുട്ടികളുടെ കൈ കാണുന്നില്ല. 4, 3, 7 കൈകൾ, 2, 2, 4 കുട്ടികളുടെ കൈയാണ് ഞാൻ ചോദിച്ചത്. ഈ കുട്ടികൾ സന്തോഷം. 5, 8, 10 സന്തോഷം. എന്തായാലും ഗീതയേക്കാൾ കൂടുതൽ കൈകളുണ്ട്, ശരിയല്ലേ? അതിന് നമ്മൾ അസൂയപ്പെടണോ? കണ്ടുപിടിക്കണം. അതിന്റെ ഫലമാണ് കഴിഞ്ഞ വർഷത്തെ MBBSന്റെ ഫസ്റ്റ് റാങ്ക് ഹിബ എന്ന് പറയുന്ന പെൺകുട്ടി, മലപ്പുറംകാരിയായ പെൺകുട്ടി ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചത്. അതിനെ ഇസ്ലാം കുട്ടികളെ കുറ്റം പറയുകയല്ല വേണ്ടത്. ഇപ്പോഴത്തെ MBBSന്റെ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചത് കണ്ണൂരുകാരൻ, മലപ്പുറംകാരെയും കടത്തിവെട്ടിക്കൊണ്ട് കണ്ണൂരുകാരനായ മുനാബിർ എന്ന് പറയുന്ന പയ്യൻ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 960-ന് 960 മാർക്ക് ഫുൾ മാർക്ക് വാങ്ങിച്ചുകൊണ്ട് അവൻ MBBSന്റെ ചരിത്രത്തിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി. ആ പയ്യൻ പഠിക്കുന്നത് എത്ര മണിക്കൂറാണെന്ന് അറിയാമോ? രാവിലെ 5:40 മുതൽ രാത്രി 10 മണി വരെയാണ് ആ പയ്യൻ പഠിക്കുന്നത്. നിന്റെ മക്കളോ ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നതിന്റെ ഫ്രണ്ടിലേക്ക് കൊണ്ട് എന്നിട്ട് കുറ്റമാർത്ത പടച്ചുകൊണ്ട്. എന്റെ സഹോദരങ്ങളെ, ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കണമെങ്കിൽ
ജ്ഞാനമകത്ത് വർദ്ധിക്കണമെങ്കിൽ നിങ്ങളുടെ മക്കൾ IAS, IPS, IIT ഉയർന്ന തലത്തിലെത്തി അവർ പ്രഗത്ഭരും പ്രശസ്തരും നിങ്ങൾക്ക് അഭിമാനമായി മാറണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ തക്ക രീതിയിൽ ഉള്ള വേദഗ്രന്ഥങ്ങളും ഉയർന്ന അറിവുകളും ഡെയിലി ഒരു അരമണിക്കൂർ നേരമെങ്കിലും മക്കളെ വായിക്കാനും വായിപ്പിക്കാനും ശ്രമിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, അതിനേക്കാൾ ഒരു നിങ്ങളുടെ മക്കൾക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ പിശാച് അവന്റെ കൂട്ടിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ കുട്ടികൾ പലതിൽ നിന്നും വഴിതെറ്റിയെങ്കിൽ, നേരത്തെ MLA പറഞ്ഞതുപോലെ വഴിതെറ്റിയെങ്കിൽ അവരാ ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്ന ഇതാണ്. എന്താണെന്നറിയാമോ? ഈ ബോർഡിൽ എഴുതിയിരിക്കുന്ന ഈ സാധനങ്ങളാണ് എന്തെന്നറിയാമോ? ഇതാണ് ലഹരികൾ. എന്താ പ്രവാചക തിരുമേനി പഠിപ്പിച്ചത്? നബി തിരുമേനി പഠിപ്പിച്ചത് എല്ലാത്തരം ലഹരികളും നിഷിദ്ധങ്ങളാണ്. ഇന്ന് നിങ്ങളുടെ മക്കളുടെ ലഹരികൾ ഇതാണ്. സിനിമാ സീരിയലുകാർ വേണ്ടാന്ന് ഞാൻ പറയില്ല. പഠിക്കുന്ന കുട്ടികൾ അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ അവർക്ക് ഉയർന്നു പോകാൻ പറ്റില്ല. ബിയർ, വൈൻ, ലെഗിൻസുകൾ, ജീൻസ്. ഞാൻ പിന്നെ ചോദിച്ചില്ല, മട്ടൻ ബിരിയാണി കഴിച്ചിട്ടുള്ളവരെ കൈവക്കുക. മട്ടൻ ബിരിയാണി കൈവക്കൂ. മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി കാത്തുവയ്ക്കൂ. അപ്പൊ ഈ മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കഴിക്കാനും തിന്നാനും നിനക്ക് സമയമുണ്ട്. ആലോചിക്കൂ, ബുദ്ധി ഉപയോഗിച്ച്. ഇവിടെ ഈ പറഞ്ഞ ഈ സാധനങ്ങൾ ഫേസ്ബുക്കിന് കൂട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സമയം ഫ്രണ്ട്സിനോട് സെലിബ്രേറ്റ് ചെയ്യാൻ സമയമുണ്ട്. ഫേസ്ബുക്കും ഇന്റർനെറ്റുകൾ കണ്ടിരുന്ന് ആസ്വദിക്കാൻ സമയമുണ്ട്. ഇന്റർനെറ്റുകൾ കാണുമ്പോൾ, നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അതിന്റെ അറ്റത്ത് തുണിയില്ലാത്ത ഒരു ചെറിയ ലിങ്കറീസിന്റെ ഒരു ചെറിയ ക്ലിപ്പ് വരുമെന്നും കുട്ടി കൃത്യമായി അതിലേക്ക് പോകുമെന്നും മിക്കവാറുമുള്ള കുട്ടികളെല്ലാം ബ്ലൂ ഫിലിമിന്റെയും അശ്ലീലത്തിന്റെയും അടിമകളായി കഴിഞ്ഞു കേരളത്തിൽ. ഞാൻ സത്യമായി തന്നെ ചോദിക്കുന്നു, ദൈവം ഇവിടെ ഉണ്ട്. നിങ്ങൾക്കറിയാം, +1, +2 അല്ല, 10ലും 9ലും 8ലും 7ലും 6ലും 5ലും 4ലും ഒക്കെ പഠിക്കുന്ന പല പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഇന്ന് പല സ്കൂളുകളിലും പുറത്ത് പ്രേമം, ലൈൻ, കമ്പനി എന്ന വേണ്ടാത്ത പരിപാടികളും കൂട്ടുകെട്ടും ഉള്ളതായി നീ കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. സത്യമായി യെസ് ഓർ നോ? യെസ്. ഇനി നിങ്ങളാകുന്ന മാതാപിതാക്കൾ ആലോചിച്ച് നോക്ക്, എത്ര പേരെ ചതിക്കുഴിയിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ പഠിപ്പിച്ചത്, നീ പുണ്യം ചെയ്യുന്നില്ലെങ്കിൽ പാപം നിന്റെ പടിവാതിൽക്കൽ കിടക്കുന്നു. വേണ്ട, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്, നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ത്രാസ്, സ്വർണത്തിന്റെ ത്രാസ് ഇറങ്ങി വരും. ഒരു തട്ടിൽ പാപങ്ങളും ഒരു തട്ടിൽ പുണ്യങ്ങളും. ഖുർആൻ പറയുന്നു, ഭാരം ഏറെ കൂടിയിട്ടുള്ളവൻ വിജയിച്ചു. പുണ്യത്തിന്റെ തട്ടിൽ, പാപത്തിന്റേതല്ല, പുണ്യത്തിന്റെ തട്ടിൽ. എന്തു പുണ്യപ്രവൃത്തിയാ കഴിഞ്ഞ ഇത്രയും വർഷം കൊണ്ട് ഈ മക്കളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്? ആലോചിക്കണം നന്നായിട്ട്. അവരെ കൊണ്ട് വേദം വായിപ്പിക്കുന്നില്ല, മനസ്സിലാക്കിപ്പിക്കുന്നില്ല, നന്മ പ്രവർത്തിപ്പിക്കുന്നില്ല. ചെയ്യുന്നവർ വളരെ കുറച്ചുപേര് മാത്രം. നിങ്ങൾ വിശ്വസിക്കുന്നില്ല, എന്നാൽ വിശ്വസിച്ചോളൂ, ഇതാ കണ്ടോളൂ. പടച്ചവന്റെ നാമത്തിൽ, ഇവിടെ പടച്ചവനുണ്ട്, ദൈവമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് ആ വന്നിട്ട് പോയത്. ഇവിടെ ഇരിക്കുന്ന കുറച്ചു പേർക്ക് അത് ബോധ്യപ്പെടും. ഇത്രയും നേരമായിട്ട് ഒരു തുള്ളി കണ്ണുനീര് പോലും ഇവിടെ ഇരിക്കുന്ന ഒരാളിന്റെ കണ്ണുകളിൽ ഞാൻ ദർശിച്ചില്ല. ദാറ്റ് മീൻസ് പടച്ചവൻ വിഷമത്തോടെ ഇവിടെ നിൽക്കുന്നു നിങ്ങളുടെ അടുത്ത്. വിശുദ്ധ ബൈബിൾ മത്തായി 18, നിങ്ങൾ 2 or 3 പേർ ചേർന്ന് എന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, കൂടുമ്പോൾ അതിന്റെ മധ്യേ കർത്താവ് ഉണ്ടായിരിക്കും, ദൈവം ഉണ്ടായിരിക്കും എന്ന് ബൈബിൾ. വിശുദ്ധ ഖുർആൻ 58-ാം സൂറത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ 2 or 3 പേർ ചേർന്ന് പരദൂഷണം പറയുന്നതിന്റെ ഇടയിൽ 4-മനായി അള്ളാഹു ഉണ്ടാകാതിരിക്കില്ല. റൈറ്റ്? കേട്ടിട്ടുണ്ടോ? നീ ആർക്കെതിരെ പരദൂഷണം പറയുന്നു അല്ലെങ്കിൽ നല്ലത് പറയുന്നു, അത് കേട്ടിട്ട് അന്നേ ദിവസം, ദി ഡേ ഓഫ് ജഡ്ജ്മെന്റ്, അന്ന് വിധി നിർണായ ദിവസം കാര്യങ്ങൾ തീരുമാനിക്കാനും മാർഗിടാനും. അപ്പൊ മറക്കണ്ട, നിങ്ങൾ 4 പേരുടെ ഇടയിൽ അള്ളാഹു ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഈ ഹാളിനകത്ത് പടച്ചവൻ ദൈവം എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിഷ്കളങ്കരായ കുട്ടികളെ പോലെ ഇരിക്കൂ. വിശുദ്ധ ബൈബിൾ മത്തായി 18 പഠിപ്പിച്ചത് ഇതാണ്. നീ ഇന്ന് കുഞ്ഞിനെ പോലെ ആകുന്നില്ല. നമ്മളെല്ലാരും ഇരിക്കുന്നത് എന്താണെന്നറിയാമോ? എനിക്ക് 10, 35, 40 വയസ്സായി, എനിക്കെല്ലാം അറിയാം. ഖുർആന്റെ ആശയം പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഓരോ അറിവുള്ളവനും മനസ്സിലാക്കുക, അവനേക്കാൾ അറിവുള്ളവൻ അവന് മുകളിലുണ്ട്. നീ അറിവ് തേടി നടക്കുമ്പോൾ നിനക്ക് സ്വർഗത്തിലേക്കുള്ള ദൂരം ഞാൻ കുറച്ചു തരും എന്ന്. ഭഗവത്ഗീത 10-ാം അധ്യായം വിഭൂതി യോഗം.
ഞാൻ ഗീത കുറയ്ക്കുന്നതിന് കാരണം അതിൽ ആൾക്കാരുടെ എണ്ണം കുറവായതുകൊണ്ട് മാത്രമാണ്, മറ്റൊന്നും കൊണ്ടല്ല. മനസ്സിലായി കാണുമല്ലോ. ഭഗവത്ഗീത 10-ാം അധ്യായം വിഭൂതി യോഗം. കൃഷ്ണൻ അർജുനോട് പറയുന്നു, അർജുന, സത്യം അറിയണം എന്നാഗ്രഹിക്കുന്ന, ആത്മജ്ഞാനം നേടണം എന്നാഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ മാത്രമേ ജ്ഞാനം കൊടുക്കാവൂ. അല്ലാതെ ലൗകിക സുഖഭോഗികളുടെ മുമ്പിൽ ജ്ഞാനം കൊടുത്തത് കൊണ്ട് ഒരു ഉപയോഗവുമില്ല. അത് കലവും കമഴ്ത്തി കലത്തിന്റെ പുറത്ത് വെള്ളം ഒഴിച്ച് കിടക്കിരിക്കും. അവന് ചെറിയ മൊബൈലിന് പകരം വലിയ മൊബൈൽ വേണം. എന്തിനാന്നറിയണ്ടേ? അശ്ലീലങ്ങൾ കാണാൻ. അവന് ചെറിയ കാറിന് പകരം വലിയ കാർ വേണം. ചെറിയ വീടിന് പകരം വലിയ വീട് വേണം. ഞാൻ സത്യമായി തന്നെ ചോദിക്കുന്നു, എന്റെ കുഞ്ഞുമക്കളെ, സുന്ദരന്മാരെ, സുന്ദരികളെ, നിങ്ങൾക്കറിയാം ഇന്ന് പല സ്കൂളുകളിലും പ്ലസ് ടുവിലും പ്ലസ് വണ്ണിലും 10-ാം ക്ലാസ്സിലും പഠിക്കുന്ന പല പയ്യന്മാരുടെ കയ്യിൽ മൊബൈൽ ഫോണുകൾ ഉള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. സത്യമായി യെസ് ഓർ നോ? യെസ്. പല പയ്യന്മാരുടെ മൊബൈലുകളും ചില സ്ഥലങ്ങളിൽ പെൺകുട്ടികൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നു എന്നും നിങ്ങൾ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. സത്യമായി യെസ് ഓർ നോ? യെസ്. യെസ്. ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ട് പല പയ്യന്മാരുടെയും മൊബൈൽ ഫോണുകളിൽ ബ്ലൂ ഫിലിം പോലെയുള്ള അശ്ലീലമായ സാധനങ്ങൾ കിടക്കുന്നുവെന്നും പെൻഡ്രൈവായും സീഡികളായും അശ്ലീല സാധനങ്ങൾ സ്കൂളിൽ കൊണ്ടുവരുന്നുവെന്നും പുറത്ത് പലരും കാണുന്നുവെന്നും നീ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടെന്നല്ല, അറിഞ്ഞിട്ടുണ്ട്. സത്യമായി യെസ് ഓർ നോ? യെസ്. യെസ്. ഇനി ഇതൊന്ന് കൂട്ടിച്ചേർത്ത് വായിച്ചു നോക്കണം. ഇന്ന് നമ്മുടെ കുട്ടികളിൽ, എന്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ, ഞാൻ പോലീസിന്റെയും എക്സൈസിന്റെയും കൗൺസിലറാണ്, 10 വയസ്സല്ല 6, 7, 8, 9 വയസ്സുള്ള പിള്ളേർ പോലും ബ്ലൂ ഫിലിമും അശ്ലീലങ്ങളും കാണാൻ വിധിക്കപ്പെടുന്നു, അശ്ലീലങ്ങൾ കാണുന്നു. അങ്ങനെയുള്ള നിന്റെ മക്കൾ എങ്ങനെയാണ് ഇന്ദ്രിയങ്ങൾ നിയന്ത്രിച്ചു വെച്ചുകൊണ്ട് IAS IPS ആവുന്നത്? ആലോചിച്ചു. ഇത്രയും നേരം ഞാൻ നിങ്ങളുടെ മക്കളെ കുറിച്ച് പറഞ്ഞിട്ടും ഇവർക്കൊന്നും വിശ്വാസമില്ല. കേട്ടോ മക്കളെ, നിങ്ങൾ അങ്ങനെ ഒന്നും അല്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ പടച്ചവൻ സാക്ഷി, ദൈവം സാക്ഷി, ദൈവം ഇവിടെ ഉണ്ട്. ഇവിടെയുള്ള മക്കൾമാർ 24 വയസ്സിൽ താഴെയുള്ളവരെല്ലാം ഒന്ന് കൈപൊക്കിയേ. സത്യമായി 24 വയസ്സിൽ താഴെയുള്ളവരെല്ലാം ഒന്ന് കൈപൊക്കിയേ. നേരെ കൈപൊക്കൂ. കൈ താത്തിടും. ഇവിടെ ദൈവ സാന്നിധ്യമുണ്ട്, പടച്ചവന്റെ സാന്നിധ്യമുണ്ട്. സത്യം പറഞ്ഞാൽ ഇരട്ടി പുണ്യം, കള്ളം പറഞ്ഞാൽ 10 ഇരട്ടി പാവം. ഈ കഴിഞ്ഞ 6 മാസത്തിനകത്ത്, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 1 വർഷത്തിനകത്ത്, 2015 എന്ന് പറയുന്ന 1 വർഷത്തിനകത്ത്, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സ്വന്തം ഉമ്മയോടും വാപ്പയോടും ഒരക്ഷരം പോലും കള്ളത്തരങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു മകനോ മകളോ ഇതിനകത്തുണ്ടെങ്കിൽ പടച്ചവന്റെ നാമത്തിൽ സത്യമായെന്ന് കൈമുക്കിയേ. ഇതാണ് ഇത്രയും നേരം കിടന്ന് തൊണ്ട പൊട്ടി കീറി വിളിച്ചു പറഞ്ഞത്. ഈ ഒരു സത്യം നിങ്ങളുടെ മുമ്പ് തെളിയിക്കാൻ വേണ്ടിയാണ്. എന്താ മോളുടെ പേര്? നിന്റെ മുമ്പിൽ ഞാൻ തലകുനിക്കുന്നു. പ്ലീസ്. യഥാർത്ഥത്തിൽ ഇതല്ലേ മകൾ? സ്വന്തം ഉമ്മയോടും ബാപ്പയോടും കള്ളം പറയാത്ത മകൾ. ഈ ഇരിക്കുന്ന മെജോറിറ്റിയും പ്രവാചകൻ പറഞ്ഞത് ശരിയായില്ലേ? ഓരോ 1999 പേർ നരകത്തിലേക്ക് പോകാൻ ടിക്കറ്റും പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ മക്കളിൽ പലരും നിങ്ങളെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് പറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറയില്ല. പക്ഷെ എന്റെ പഠനം ശരിയാണെങ്കിൽ നിങ്ങളുടെ മക്കളെന്ന് പറയുന്ന ഈ കുട്ടികളിൽ പലരും കഴിഞ്ഞ 5 വർഷത്തിലായി അധികമായി അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ചു. ഇന്നലെ വരെ അധ്യാപകരായ ഗുരുജനങ്ങളോട് ഒരക്ഷരം പോലും കള്ളത്തരങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിനിയോ ഇതിനകത്തുണ്ടെങ്കിൽ പടച്ചവന്റെ നാമത്തിൽ, ദൈവത്തിന്റെ നാമത്തിൽ സത്യമായെന്ന് കൈമുക്കി. സന്തോഷം. ഞാൻ പടച്ചവന്റെ നാമത്തിൽ നിന്നെ അനുഗ്രഹിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. നിനക്ക് ഭാവിയിൽ ജനിക്കുന്ന മക്കൾ നിന്നെ മരിച്ച് സ്നേഹിക്കുന്നതും വിദ്യാഭ്യാസത്തിൽ ഉയർന്ന നിലയിൽ പോകുന്നതുമായ കുട്ടിയായിരിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല, വേദങ്ങൾ പറഞ്ഞതാണ്. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കി കണ്ടെടുത്ത കാര്യങ്ങളാണ്. ഇനി നിങ്ങളുടെ മക്കൾക്ക് മക്കൾ ജനിക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ, മറ്റു കാര്യങ്ങളൊന്ന് തെളിയിക്കാം. പടച്ച തമ്പുരാൻ, ദൈവം തമ്പുരാൻ ആദ്യമായി പുരുഷനെ സൃഷ്ടിച്ചു. ഏത് പുരുഷനായിരുന്നു? ആദം അപ്പൂപ്പൻ. സൃഷ്ടിച്ചപ്പോൾ ആണിന്റെ സെക്സ് ഓർഗനായ ടെസ്റ്റക്കിൾ ആ ആദം അപ്പൂപ്പന്റെ ബോഡിയുടെ അകത്ത് വെച്ചോ പുറത്തു വെച്ചോ? പുറത്തു വെച്ചു. സിമ്പിൾ ബയോളജി. എന്നെ 250-ലധികം ഡോക്ടേഴ്സ് ഉണ്ട്. മോൻ പറഞ്ഞതുപോലെ പുറത്തു വെച്ചു. ആണുങ്ങളുടെ സെക്സ് ഓർഗൻ ബോഡിയുടെ പുറത്തു വെച്ചു. പടച്ചവൻ മണ്ടനായതുകൊണ്ട്
ദൈവം മണ്ടനായതുകൊണ്ട് എന്തിന് ദൈവം മനുഷ്യന്റെ ശരീരത്തിലെ സെക്സ് ഓർഗൻ ടെസ്റ്റിക്കിൾ ബോഡിയുടെ പുറത്തു വെച്ചു? +2 ബയോളജി. ഞാൻ പറയാം, ശരിയാണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ആരായിരുന്നു +2 ബയോളജി? നേരത്തെ കൈപൊക്കിയവർ നേരെ പൊക്കും. +2 ബയോളജി അവിടെയുണ്ട്. +2 ബയോളജി 3-ാമത്തെ അധ്യായം, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, 2-ാമത്തെ പേജ്, ഫസ്റ്റ് പാരഗ്രാഫ്, 2-ാമത്തെ വരി. ബോഡി ടെമ്പറേച്ചറിനേക്കാൾ 2 to 5 ഡിഗ്രി ടെമ്പറേച്ചർ കുറച്ച് മാത്രമേ ടെസ്റ്റക്കിളിൽ അടിക്കാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ശരിയാണെങ്കിൽ കൈപൊക്കാം. കാരണം ഇവർക്ക് വിശ്വസിക്കാൻ വേണ്ടിയാണ്. ഖുർആൻ പറഞ്ഞത് സത്യമാണ്. നീ എത്രയെല്ലാം സത്യം പറഞ്ഞാലും ജനങ്ങളിൽ അധികം പേരും വിശ്വസിക്കില്ല. അറിയേണ്ടത് ഇതാണ്. ചൂട് പിടിച്ച സംസ്ഥാനം, ചൂട് കയറിയ രാജ്യം. നമ്മൾ യൂറോപ്യൻ പാശ്ചാത്യ സ്ഥലത്തല്ല ജീവിക്കുന്നത്. നമ്മുടെ ശരീരം ചൂട് കൊണ്ട് കൂടുമ്പോൾ ഈ ശരീരത്തിലെ ടെമ്പറേച്ചറിനേക്കാൾ 2 മുതൽ 5 ഡിഗ്രി ചൂട് കുറച്ച് കിട്ടാൻ വേണ്ടിയാണ് സൃഷ്ടാവ് ഈ ശരീരം സൃഷ്ടിച്ചപ്പോൾ പുരുഷന്റെ ടെസ്റ്റക്കിളിനെ, ആൺകുട്ടിയുടെ ടെസ്റ്റക്കിളിനെ ശരീരത്തിന്റെ വെളിയിൽ പിടിപ്പിച്ചത്. യെസ് ഓർ നോ? ഇനി എന്റെ ചോദ്യം, നിന്റെ ഈ മക്കൾക്ക് ടൈറ്റ് അണ്ടർ ഗാർമെന്റ് അടിവസ്ത്രവും വാങ്ങിച്ചു കൊടുത്ത്, ടൈറ്റ് ജീൻസും വാങ്ങിച്ചു കൊടുത്ത് രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 8 മണി വരെ എത്രയോ വർഷം കൊണ്ട് നടക്കുമ്പോ ഈ ടെസ്റ്റക്കിൾ എന്ന് പറയുന്നതിന് ചൂട് കൂടിയടിക്കുമോ ചൂട് കുറയുമോ? ഉറക്കപ്പറ. ചൂട് കൂടുമ്പോൾ DNA ഡീനേച്ചറായി പോകും, DNA ഡാമേജ് ആകും, സ്പേം ഡാമേജ് ആകും. യെസ് ഓർ നോ? അതുകൊണ്ടാണ് പുതിയ കല്യാണങ്ങൾ ഇപ്പൊ നടക്കുന്നതിൽ നിങ്ങൾ കുറെ പേരെങ്കിലും കേൾക്കുന്നുണ്ട്, കല്യാണം കഴിച്ച പയ്യന് കൗണ്ട് ഇല്ല, ആക്ടിവിറ്റി ഇല്ല, ഗുണനിലവാരമുള്ള സ്പേംസ് ഇല്ല, കിടില മക്കളെ ജനിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന സ്പേമുകൾ മാത്രം. ഇതാരങ്ങനെ ആക്കിയെന്നറിയാമോ? മക്കളുടെ ആഗ്രഹത്തിനനുസരിച്ച് മാതാപിതാക്കൾ വാങ്ങിച്ചു കൊടുത്തപ്പോൾ. ഇവിടെയാണ് ഹദീസിന്റെ ഇമ്പോർട്ടൻസ്. പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി 1500 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കണം, ടൈറ്റ് വസ്ത്രങ്ങൾ ധരിക്കരുത് എന്ന്. അതിന്റെ ബയോളജി സീക്രട്ടാണ് ഇപ്പൊ ഞാൻ കണ്ടെത്തി പറഞ്ഞത്. ഈ ഒന്നുകൂടെ ചോദിക്കട്ടെ, ടെക്നോളജി വർദ്ധിച്ചു വരുന്ന കാലം ശരിയല്ലേ? ടെക്നോളജി വേണ്ടെന്ന് ഞാൻ പറയില്ല, വേണം, പുരോഗമനം വേണം. ഈ പുരോഗമനം അടിവസ്ത്രം പുറത്തു കാണിക്കുന്നതല്ല പുരോഗമനം ആണോ? അല്ല. എങ്ങനെ കിടില മക്കളെ ജന്മം നൽകാം എന്നുള്ള കണ്ടുപിടുത്തം, അതൊരു പുരോഗമനമാണ്. പക്ഷെ എന്റെ ചോദ്യം, ടെക്നോളജി കൂടുന്നതിനനുസരിച്ച് ആശുപത്രികളുടെ എണ്ണം കൂടുന്നോ കുറയുന്നോ? പല ആശുപത്രികളുടെ മുമ്പിൽ ബോർഡ് വെച്ച് കഴിഞ്ഞു, ഗൈനക്കോളജിക് ആൻഡ് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്. മലയാളത്തിൽ പറഞ്ഞാൽ, നിന്റെ മക്കൾക്ക് മക്കളുണ്ടാകുന്നില്ലെങ്കിൽ നീ ഇനി കൊണ്ടുപോരെ, കൂടെ 5 ലക്ഷം മുതൽ 10 ലക്ഷം കൂടെ എടുത്തോളാം. ആർക്കും കൊടുക്കാതെ പണം ബാങ്കിലിട്ട് പൂട്ടിയതല്ലേ? പടച്ചവനത് കളയിപ്പിക്കില്ലേ? കളയിപ്പിക്കും, കൃത്യമായി കളയിപ്പിക്കും. നമുക്ക് അർഹതയില്ലാത്ത പണം നമ്മളെടുത്ത് വന്ന് ചേരില്ല. ഇനി ആലോചിക്കുക, ബുദ്ധി ഉപയോഗിച്ച്. ടൈറ്റ് ജീൻസിന്റെ കാര്യത്തിൽ വരുമ്പോൾ മക്കളുടെ അവസ്ഥ എങ്ങനെയിരിക്കും? 1ഉം 2ഉം അല്ല, ജനിക്കുന്നത് തന്നെ ടൈറ്റ് ജീൻസിലായി മാറുമ്പോ ഇവൻ 27 വയസ്സ് 25 വയസ്സ് പ്രായമാവുമ്പം 20 വർഷത്തിലധികം അവന്റെ ടെസ്റ്റക്കിൾ ചൂടടിച്ച് ആ ടെസ്റ്റക്കിളിനെ ഡാമേജ് ആക്കിയതിനു ശേഷമാണ് ഒരു നല്ല പെങ്കുച്ചിന്റെ ജീവിതം നഷ്ടപ്പെടുത്താനായി കെട്ടിച്ചുവിടുന്നത്. ഇതൊന്നും നിങ്ങളെ മുഖത്ത് നോക്കി ആരും പറയില്ല. ഞാൻ നേരത്തെ പെട്ടുപോയി, ഇനി എനിക്ക് പറയാതിരിക്കാനും പറ്റില്ല. ഞാനത് അഭിമാനിക്കുന്നു. പോയി ബുദ്ധി ഉപയോഗിച്ച് വായിക്ക്, പഠിക്ക്, അപ്പം മനസ്സിലാകും. അപ്പൊ സ്പേം നല്ല പവർഫുൾ സ്പേം ഉണ്ടാകണം. ഒന്നുകൂടെ തെളിയിച്ചു പറഞ്ഞാൽ, ഈ സാർ ഉൾപ്പെടെ ഇവിടെയുള്ള ഈ ഇരിക്കുന്ന വാപ്പമാരെല്ലാം ഗജകില്ലാടികളായി ഇരിക്കുന്നതിന് കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ വാപ്പമാരുടെ വാപ്പ അല്ലെങ്കിൽ ഉപ്പുപ്പാമാർ ഉമ്മാമ്മമാരുടെ മുമ്പക്കൂടെ 4 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതേ ഉള്ളൂ. കൊച്ചുവാപ്പയും വലിയ വാപ്പയും കുട്ടിവാപ്പയും മാമയും മാമിയായിട്ട് 8 വട്ടെണ്ണം വീട്ടിയിരിപ്പുള്ളൂ. പുതിയ തലമുറയിൽ മെഴ്സറസ് ബെഞ്ചിൽ കയറി ഇറങ്ങി നടന്നിട്ടും ആശുപത്രി വേണം, ആശുപത്രി. കാരണം എല്ലാം നശിപ്പിച്ച് തകർത്ത് തരിമളമാക്കി. ഇതാണ് പിശാചിന്റെ പദ്ധതി എന്ന് ആരും മനസ്സിലാക്കിയില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥവും ആശയവും മനസ്സിലായവരെടുക്കുക, ഇല്ലാത്തവര് കളയുക. അടുത്ത പെണ്ണ്. എന്നെ സ്ത്രീ വിരുദ്ധനാണ് ചില സ്ഥലത്തൊക്കെ പറഞ്ഞു വരുത്തുന്നത്. അവർക്ക് ദൈവം എന്ത് കൊടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഒരിക്കലും സ്ത്രീ വിരുദ്ധത പറഞ്ഞിട്ടില്ല. ഞാനൊരു നല്ല അമ്മ എങ്ങനെയാകാമെന്നും
ഏറ്റവും നല്ല മക്കളെ എങ്ങനെ ജനിപ്പിക്കാമെന്നും അതിനേക്കാൾ ഉപരി നല്ല പെൺകുട്ടികളെയും നല്ല സ്ത്രീകളെയും വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന അധപ്പതിച്ച തരികിട പെൺകുട്ടികൾക്കെതിരെയാണ് ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുള്ളത്, ആൺകുട്ടികൾക്കെതിരെയാണ് ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഫൈറ്റ് ചെയ്യാൻ കാരണം പ്രവാചകൻ പറഞ്ഞൊരു വചനമാണ്, നീ ഒരു അതിക്രമം കണ്ടാൽ കൈകൊണ്ട് തടയണം എന്ന്. അതിനുള്ള ആരോഗ്യം എനിക്കില്ല. ഇല്ലെങ്കിൽ നീ നാക്കുകൊണ്ടെങ്കിലും തടയണം എന്ന്, അതിനെനിക്ക് കഴിയും. ഇല്ലെങ്കിൽ നീ മനസ്സുകൊണ്ട് വെറുക്കുകയെങ്കിലും വേണം, ഇല്ലെങ്കിൽ നിന്നിൽ വിശ്വാസത്തിന്റെ ഒരു കണിക പോലും അവശേഷിക്കുന്നില്ല എന്ന്. ഞാൻ നല്ല വിശ്വാസിയാണ്, കട്ട വിശ്വാസി. ദൃഢവിശ്വാസിക്ക് മാത്രം ദൃഷ്ടാന്തങ്ങൾ ഏറെയെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഒരല്പം വിശ്വാസം കൊണ്ട് നീ നടക്കുന്നതിനേക്കാൾ വിശ്വാസം ഇല്ലാതെ നടക്കുന്നതാണ് ഏറെ നല്ലത്. കാരണം സുഖമുണ്ടല്ലോ. പക്ഷെ നീ വിശ്വാസിയാണെങ്കിൽ കട്ട വിശ്വാസിയായിരിക്കണം. അപ്പൊ ദൃഷ്ടാന്തങ്ങൾ ഏറെ. അപ്പൊ പെൺകുട്ടിയുടെ കേൾക്കണം, വേണമെങ്കിൽ മതി. കേൾക്കണോ വേണ്ടേ? വേണമെങ്കിൽ പിടിച്ചോളൂ. ടൈറ്റ് ജീൻസ് ഇടുന്ന പെൺകുട്ടി നിനക്ക് ഭാവിയിൽ ബ്രസ്റ്റ് ക്യാൻസർ വരും, മാരകമായ രോഗങ്ങൾ ഉൾപ്പെടെ പലതും വരും. അത് വന്നു കഴിഞ്ഞു. എങ്ങനെയെന്ന് പറയാൻ പോവുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോളൂ. നിന്റെ മക്കൾക്ക്, അവിടെയാണ് അയഞ്ഞ വസ്ത്രത്തിന്റെ സയൻസ്. നിന്റെ മക്കൾക്ക് നീ ടൈറ്റ് ജീൻസ് വാങ്ങിച്ചിട്ട് കൊടുക്കുമ്പോൾ അത് 5 വയസ്സിലും 6 വയസ്സിലും 7 വയസ്സിലും ഒക്കെ ഇട്ടിങ്ങനെ വളരുമ്പോ എനിക്ക് അമ്മമാരോടുള്ള ചോദ്യം, ഈ പെൺകുട്ടിയുടെ പെൽവിക്സ് എന്ന് പറഞ്ഞ ഇടുപ്പ് വികസിക്കുമോ ചുരുങ്ങുമോ? ഉറക്കപ്പറ. ചുരുങ്ങും. എന്റെ അമ്മയ്ക്ക് ഗർഭപാത്രം ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് ജനിക്കാൻ കഴിഞ്ഞത്. ശരിയല്ലേ? ആണല്ലോ. ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആളാണ്. അപ്പൊ ഈ ചുരുങ്ങിയ പെൽവിക്സിന്റെ അകത്ത് യൂട്രസ് ചുരുങ്ങുമോ വികസിക്കുമോ? ഈ കുട്ടി, എക്സാമ്പിൾ പറയാം, ഈ കുട്ടി 10 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെ അല്ലെങ്കിൽ 20 വയസ്സ് വരെ ജീൻസ് ഇട്ടാമെന്ന് വിചാരിക്കണം. 10 വർഷക്കാലം വളരുന്ന ചെടിയെ വലിച്ചിറുക്കി പാട്ടയ്ക്കകത്ത് വളർത്തുന്ന കണക്കാണ്. അപ്പൊ ചുരുങ്ങി. ഇനി എന്റെ ചോദ്യം, നല്ല കിടിലം ഒരു പയ്യനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അവന്റെ നല്ല കിടിലം ഗുണനിലവാരമുള്ള ബീജം സ്പേം ചേർന്ന് ഈ കുട്ടിക്ക്, ജനിക്കുന്ന കുട്ടിക്ക് ഒരു 3-3.5 കിലോ വെയിറ്റ് ഉണ്ടെന്ന് വെക്കുക. എന്റെ ചോദ്യം, 5 മാസം 6 മാസം 7 മാസം കഴിയുമ്പോൾ ഈ കുട്ടിക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള പെൺകുട്ടിക്ക് എന്ത് ഫീൽ തുടങ്ങും? പെയിൻ, വേദന തുടങ്ങും. അപ്പൊ ഡോക്ടർമാര് ഒരെണ്ണം പറയും. എന്ത് പറയും? സിസേറിയൻ. സിസേറിയൻ ഈസ് ദി വൺ ഓഫ് ദി റീസൺസ് ഫോർ ബ്രസ്റ്റ് ക്യാൻസർ. നിങ്ങൾ പോയി പരിശോധിച്ചോളൂ. 10 ബ്രസ്റ്റ് ക്യാൻസർ വന്ന സഹോദരിമാരെ നിങ്ങൾ പരിശോധിച്ചാൽ അതിൽ 7 പേരും സിസേറിയൻ കഴിഞ്ഞവരായിരിക്കാൻ ചാൻസ് കൂടുതലാണ്. എന്നെ ഇന്ന് പഠിപ്പിച്ചു തരാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് വരെയുണ്ട്. നല്ല മനസ്സുള്ള ഡോക്ടേഴ്സിന് എല്ലാം ഇതറിയാം. പക്ഷെ ആരും വിളിച്ചു പറയില്ല. ഞാൻ വിളിച്ചു പറയും. ഒരുപക്ഷെ ദൈവം എനിക്ക് ആ ശക്തി തന്നതുകൊണ്ടാണ്. തീർന്നില്ല. അടുത്തത് എന്റെ ചോദ്യം, ടൈറ്റ് ജീൻസും ടൈറ്റ് ഡ്രസ്സും ടൈറ്റ് അണ്ടർ ഗാർമെന്റ് ഇടുമ്പോ പ്യൂബിക് ഏരിയ എന്ന റീപ്രൊഡക്ടറി ഏരിയയിൽ ചൂട് കൂടുമോ തണുപ്പ് കൂടുമോ? ചൂട് കൂടുമ്പോൾ വിയർപ്പ് കൂടുമോ കുറയുമോ? വിയർപ്പും ചൂടും കൂടെ ചേരുമ്പോൾ അവിടെ ഫംഗൽ എന്ന് പറയുന്ന പൂപ്പൽ അറ്റാക്ക് ഉണ്ടാകും. ആൺകുട്ടികൾ രക്ഷപ്പെട്ടു പോകും. എന്റെ ഡോക്ടറേറ്റ് മൈക്രോബയോളജിയാണ്. ആൺകുട്ടിയുടെ മലവിസർജ്യ ദ്വാരം എന്ന് പറയുന്ന ഏനൽ അപ്പർച്ചർ ആൺകുട്ടികളുടെ പെനിസിന്റെ ഹോളിൽ, ഇംഗ്ലീഷിലെ പറയൂ, അതിൽ നിന്നും 10-15 സെന്റിമീറ്റർ ദൂരെയാണ്. എന്നാൽ ഒരു പെൺകുട്ടിയെ വളർത്തുന്ന വാപ്പയും ഉമ്മയും മനസ്സിലാക്കണം, പെൺകുട്ടിയുടെ പ്യൂബിക് ഏരിയയിൽ 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ 3 ഹോളുകൾ. അതിൽ ഒന്നാമത്തെ ഹോളിലെ യൂറിനറി ട്രാക്റ്റിലൂടെയുള്ള ഇൻഫെക്ഷൻ ആണ് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും മാത്രം കോമൺ ആയി വരുന്ന യൂറിനറി ഇൻഫെക്ഷൻ. എസ് ഓർ നോ? അതിന്റെ തൊട്ട് താഴെ വജൈനൽ ട്രാക്ട്, അതിന്റെ താഴെ മലവിസർജ്യ ദ്വാരം. ആ മലവിസർജ്യ ദ്വാരത്തിലൂടെ ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോൺസ്, അങ്ങനെയുള്ള വിരകളും മറ്റ് പല സാധനങ്ങളും മൈക്രോബ്സ് എന്ന് പറയും. റൈറ്റ്? ഇനി ആലോചിച്ച് നോക്ക്, ഈ ടൈറ്റ് ഡ്രസ്സിന്റെ ആ വിയർപ്പിൽ ഈ മൈക്രോബ്സ് കയറുമ്പോൾ ഇത് യൂട്രസിലേക്ക് കയറുന്ന സംഭവമാണ്. എനിക്ക് വരച്ചു കാണിക്കാൻ പറ്റും. യൂട്രസിൽ കയറുന്നതാണ് സെർവിക്കൽ ക്യാൻസർ, വൈറസ്, ബാക്ടീരിയ, ഫംഗസുകൾ. സെർവിക്കൽ ക്യാൻസർ, യൂട്രസ് ട്യൂമർ വേണ്ട, +2 ബയോളജി. 4ാമത്തെ ചാപ്റ്റർ റീപ്രൊഡക്ടറി ഹെൽത്ത്, എക്ടോപിക് പ്രഗ്നൻസി, ഗിഫ്റ്റ്, സ്വിഫ്റ്റ്. പഠിച്ചോ? 4ാമത്തെ അധ്യായം റീപ്രൊഡക്ടറി ഹെൽത്ത്. കേട്ടില്ല? പഠിപ്പിച്ചില്ല? 4ാമത്തെ അധ്യായം തുറന്നു നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതെല്ലാം ഉണ്ട്. ആൻഡ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്,
ആ പെൺകുട്ടികൾക്ക് അടിവയർ വേദനകളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ശുദ്ധിക്കും വൃത്തിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് പ്രവാചകൻ കൊടുത്തപ്പോൾ നമ്മുടെ പുതിയ തലമുറയിലെ പലരും ശുദ്ധിയും വൃത്തിയും മുഖത്ത് കാണിച്ചുകൊണ്ട് കാണിക്കേണ്ട സ്ഥലത്ത് ഇല്ലാതാക്കിക്കൊണ്ട് നടക്കുമ്പോൾ നിന്റെ മക്കൾ ഏറെ നഷ്ടപ്പെട്ടവരായി മാറുമെന്ന് ഞാൻ പറഞ്ഞതിന് തെളിയിച്ചു. പോയി ആലോചിച്ചു. ഐ ചലഞ്ച് യു. എന്റെ ആഗ്രഹം ഈ മക്കളായ നിങ്ങളുടെ മക്കൾക്ക് ഏറ്റവും നല്ല ഭാവി മക്കൾ ഉണ്ടാകണമെന്നാണ്. അവർക്ക് ഉണ്ടാവരുതെന്നാണ് ആഗ്രഹമെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പേ ഇത് വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. ശരിയല്ലേ? ശരിയല്ലേ? ഞാൻ സ്വാർത്ഥനല്ല. എന്നാൽ 15 വർഷം മുമ്പ് ഞാൻ സ്വാർത്ഥനായിരുന്നു. അതാണ് ഭഗവത്ഗീത പറഞ്ഞത്, സ്വാർത്ഥൻ ഒരു കാലത്തും സ്വർഗം ലഭിക്കില്ല. ഞാൻ സ്വാർത്ഥനായതുകൊണ്ടാണ് 6-7 ഡിഗ്രികൾ എടുത്തത്, റാങ്ക് വാങ്ങിച്ചത്. കാരണം എനിക്കെല്ലാം നേടണം എന്ന ആഗ്രഹം വന്നിരുന്നു. പക്ഷെ എല്ലാം ഞാൻ നേടി കോളേജിൽ അധ്യാപകനായി അസിസ്റ്റന്റ് പ്രൊഫസറായി കയറിയപ്പോഴും അഹങ്കാരിയും സ്വാർത്ഥനുമായ എന്നെ എന്റെ കുടുംബം കുട്ടിച്ചോറാക്കി ദൈവം തന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, നിസ്വാർത്ഥതയാണ് ഏറ്റവും വലുത്. ഈ എന്നെ ഫോണിലൂടെ രുക്മാൻ വിളിച്ചതേ ഉള്ളൂ. കൊല്ലാൻ കൊണ്ടുപോകുന്നോ തിന്നാൻ കൊണ്ടുപോകുന്നോ ഞാൻ നോക്കാറേ ഇല്ല. രാജ്യങ്ങൾ ലോകം എനിക്ക് നെറ്റിലും വിസ വരുന്നു, ടിക്കറ്റ് വരുന്നു, ആരാണെന്ന് പോലും എനിക്കറിയാറില്ല. ഞാൻ എന്റെ ഡയറക്ടറോടും സാറിനോടും പറഞ്ഞിട്ട് ഞാൻ വണ്ടി കയറുന്നു, എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുന്നു, ആരെങ്കിലും വന്ന് കൈ പിടിക്കും. അത് ISS ആണോ ബിൻ ലാദനാണോ അതൊന്നും ഞാൻ നോക്കാറില്ല. കാരണം ഞാൻ ഉറച്ച വിശ്വാസിയാണ്. എന്റെ ലക്ഷ്യം നന്മ പ്രചരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അതും എല്ലാ വേദഗ്രന്ഥങ്ങളെയും ഖുർആനിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, എല്ലാ ആത്മാക്കളും ഒരാത്മാവിൽ നിന്നുള്ള സൃഷ്ടിയാണ്. റൈറ്റ്? ശരിയല്ലേ? അപ്പൊ ഞാൻ എല്ലാ വേദഗ്രന്ഥങ്ങളിലെയും നന്മ പ്രചരിപ്പിക്കുന്നു. അപ്പം ചില മതത്തിലെ ആൾക്കാർ ഇങ്ങനെ തന്നെ പറയുന്നു. ചില ആൾക്കാർ എന്നോട് ചോദിച്ചു, സാറ് ചർച്ചിൽ പോവല്ലേ, അമ്പലത്തിൽ പോവല്ലേ, എന്നിട്ട് നോമ്പ് പിടിക്കുമല്ലേ, അപ്പൊ സാറ് കപട വിശ്വാസിയാ? കപട വിശ്വാസി ആരാന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് എനിക്കറിയാം. നാക്കെടുത്താൽ കള്ളം പറയുക, കരാർ ചെയ്താൽ ലംഘിക്കുക, വിശ്വസിച്ചാൽ വഞ്ചിക്കുക, ആൻഡ് 4 പിണങ്ങിയാൽ അധർമ്മം പ്രവർത്തിക്കുക. ഈ 4 എണ്ണം ഉണ്ടെങ്കിൽ അവൻ കപട വിശ്വാസിയാണെന്നും ആലോചിക്കണം. ഞാൻ മനസ്സിലാക്കി പഠിച്ചിട്ടാണ് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത്, കാണാപ്പാടം പഠിച്ചിറങ്ങിയ ആളല്ല. ഞാൻ ദൈവത്തിന്റെ ഒരു സേവകൻ, അതിൽ പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ വീണ്ടും നമ്മൾ അടുത്തയിലേക്ക് പോകുന്നു. എന്താ ഞാൻ പറഞ്ഞത്? മക്കളുടെ ഡൈവേഴ്സ് അത് കാണണ്ടേ? 1 മിനിറ്റ് കാണിച്ചു തരാം എന്റെ ചോദ്യം. അതുപോലെ നിങ്ങളുടെ മക്കൾക്ക് ജനിക്കാൻ ചാൻസ് ഉള്ള കുട്ടികളെയും കാണിക്കുന്നു. അതിലൂടെ നമുക്ക് ചുരുക്കാം, അടുത്ത പാർട്ടിൽ കയറാം. ബയോളജി സയൻസിൽ ഇതാണ് ഒരു ആൺകുട്ടിയുടെ പടം, ഇതാണ് പെൺകുട്ടിയുടെ പടം. എസ് ഓർ നോ? ബയോളജി ആണോ? ഏത് ക്ലാസ്സാണ്? +2 ബയോളജിക്കാരെ ഇവിടെ ഇരുന്നിട്ടാ ഞാൻ ആ പെങ്കൊച്ചിനെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിച്ചത്. നീ തലയിൽ തുണിയിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? നേരത്തെ പറഞ്ഞത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഉറക്കപ്പറ. ശരിയാണ്. എന്നിട്ട് നീ ജീൻസാണ് ഇട്ടിരിക്കുന്നു. അപ്പൊ എന്താണോ പ്രവാചകൻ പഠിപ്പിച്ചത് അതിന്റെ നേരെ വിരുദ്ധമായി ചെയ്യലാണ് നമ്മുടെ പണി. പിന്നെ എങ്ങനെ പടച്ചോ വീട്ടിനകത്തേക്ക് കയറും? ഇവിടെയല്ലേ കൈയടിക്കേണ്ടത്? നിങ്ങളുടെ വീടുകൾ നരകമായി കിടക്കുന്നു എന്ന 80% കാര്യം ഞാൻ പറഞ്ഞത് ആ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാത്തതിന്റെ അവസ്ഥയാണ്. മക്കൾ ജനിക്കുന്നില്ല, നല്ല മക്കൾ ജനിക്കുന്നില്ല, അടക്കോതുക്കമുള്ള മക്കൾ ജനിക്കുന്നില്ല. കാരണം ഇതാണ്, അനുസരിക്കുന്നില്ല. ഖുർആൻ പഠിപ്പിക്കുന്നു അനുസരണയിൽ നീ മുൻപന്തി പറയണം. ഞാൻ ഖുർആൻ പറയാൻ തുടങ്ങിയ പിന്നെ വൈകുന്നേരം ആയാലും തീരില്ല. നമുക്ക് ഇതിലേക്ക് വരാം, നോക്കാം, ഇവിടെ നിൽക്കാം. നമ്മൾ ഇനിയും ക്ലിപ്പ് കാണാൻ കിടക്കുകയാണ്. ഇതാ ആൺകുട്ടി, നിന്റെ സ്പേം 23 ക്രോമസോം, ശരിയാണോ? മനുഷ്യൻ 46 ക്രോമസോം. ഇത് പെൺകുട്ടി, അണ്ടം 23 ക്രോമസോം, 50,000 ജീനുകളും അമേരിക്കൻ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ. എസ് ഓർ നോ? ഇനി എന്റെ ചോദ്യം, പ്രവാചകൻ പഠിപ്പിച്ച ഒരു വചനത്തിനെ ഞാൻ ബയോളജിക്കൽ സയൻസ് ആക്കിയതാണ്. എനിക്കറിയില്ല ഇതെങ്ങനെ സംഭവിക്കുന്നു. അതാണ് ഡിവൈൻ പവറിന്റെ കഴിവ്, എന്റെ കഴിവല്ല. ഇതാ കാണും, ഈ സ്പേമിൽ നമ്മുടെ ഓരോ ക്യാരക്ടറിനും നമുക്ക് ജീനുകളുണ്ട്. എസ് ഓർ നോ? നമ്മളിൽ കള്ളം പറയുന്ന ജീനുമുണ്ട്, സത്യം പറയുന്ന ജീനുമുണ്ട്. എസ് ഓർ നോ? എസ് ഓർ നോ? നന്മയുടെ ജീൻ. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനോട് പറഞ്ഞത്, ഭഗവത്ഗീത ഒരു മതഗ്രന്ഥമേ അല്ല, ബൈബിളും ഖുർആനും മതഗ്രന്ഥങ്ങളാണ്. അപ്പൊ എല്ലാം വായിക്കണം. ഗീതയിൽ പറഞ്ഞത് ഒരുവനിൽ തന്നെയാണ് ദൈവിക ഗുണങ്ങളുള്ളതും അവനിൽ തന്നെയാണ് അസുരന്റെ ഗുണങ്ങളുള്ളതും. എസ് ഓർ നോ?
ചുരുക്കി പറഞ്ഞാൽ എന്നിൽ തന്നെയാണ് രാമനുള്ളതും എന്നിൽ തന്നെയാണ് രാവണനുള്ളതും. എസ് ഓർ നോ? എന്നിലെ രാമൻ ഉണരണമെങ്കിൽ ഞാൻ വേദങ്ങൾ വായിക്കണം, എന്നിലെ രാവണൻ ഉണരണമെങ്കിൽ ഞാൻ വേദം വായിക്കേണ്ട, നേരെ പോയി ജിഷമാരെ പീഡിപ്പിച്ചാൽ മാത്രം മതി. ആലോചിച്ചു നോക്കണം. അന്ന് ജിഷയെ കൊന്നപ്പോ TV ഇന്റർവ്യൂകൾ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു, ആരായിരിക്കുമെന്നറിയാം? ഞാൻ ഇത്രേ പറഞ്ഞോളൂ, അവനൊരു ഹിന്ദു പയ്യനാണെങ്കിൽ അവൻ ഭഗവത്ഗീതയും രാമായണവും വായിച്ചിട്ടുള്ളവനായിരിക്കില്ല. അവന്റെ ക്രിസ്ത്യൻ പയ്യനാണെങ്കിൽ അവൻ ബൈബിൾ വായിച്ചിട്ടുള്ളവനായിരിക്കില്ല. അവന്റെ ഇസ്ലാം കുട്ടിയാണെങ്കിൽ അവൻ ഖുറാനും ഹദീസും പഠിച്ചിട്ടുണ്ടാകില്ല. അങ്ങനെയുള്ള ഒരുത്തനായിരിക്കും ജിഷയെ ഇങ്ങനെ കൊന്നതെന്ന് ആദ്യം ഞാൻ പറഞ്ഞു. ഇപ്പൊ ലാസ്റ്റിൽ തെളിഞ്ഞപ്പം കാര്യം ഞാൻ പറഞ്ഞത് ശരിയായോ തെറ്റായോ? 10 വയസ്സിൽ വീടും വിട്ട് തോന്നി കണക്ക് കറങ്ങി നടന്ന അവൻ എങ്ങനെ വിശ്വാസിയാകും? ആലോചിക്കും. ഖുറാനിൽ ഒരിക്കലും തീവ്രവാദമോ തെറ്റോ അല്ലെങ്കിൽ മോശപ്പെട്ട പ്രവർത്തിക്കാനോ പറഞ്ഞിട്ടില്ല. എന്നിട്ട് ചിലര് പറഞ്ഞു വരുത്തുന്നത് ഖുറാനിൽ കൊല്ലാൻ പറഞ്ഞു, ഖുറാനിൽ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു, ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. വായിച്ച ആളാണ് ഞാൻ. ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് ഇതാണ്: ഒരാളിനെ കൊന്നതിന് പകരമായോ ഭൂമിയിൽ നാശമുണ്ടാക്കിയതിന്റെ ഫലമായോ അല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ നീ ഒരാളിനെ കൊന്നാൽ ഈ ഭൂമിയിലെ മുഴുവൻ പേരെയും കൊന്നതിന് തുല്യമായ പാപം നിന്റെ തലയിൽ ഞാൻ കെട്ടിവെക്കുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. അറിയാമോ? അത് തന്നെയാണ് ഭഗവത്ഗീത പറഞ്ഞത്. അധർമ്മം പ്രവർത്തിച്ചവനെതിരെ പ്രവർത്തിക്കണം. അതാണ് അർജുനോട് പറഞ്ഞത്. അർജുന ആ സൂചി കുത്താൻ പോലും സ്ഥലം തന്നില്ല. ശരിയല്ലേ? അല്ലേ? കിടക്കാൻ വീടെങ്കിലും വേണ്ടേ? നിന്റെ മുഴുവൻ അവർ പിടിച്ചടക്കി വെച്ചേക്കുകയല്ലേ? അധർമ്മം പ്രവർത്തിക്കുന്നതിനെതിരെ ശക്തമായി പ്രതികരിക്കണം എന്നാണ് കൃഷ്ണൻ പഠിപ്പിച്ചത്. പക്ഷെ ധർമ്മം അത് വ്യതിചലിക്കാൻ പാടില്ല. അതാണ് ദൈവികത. അപ്പൊ എല്ലാ വേദങ്ങളും നന്മ പറയുന്നു. വായിക്കാതെ കുറെ പേര് ചുമ്മാ കത്തിച്ച് കയറ്റി ഗുണ്ടടിച്ചുകൊണ്ട് നടക്കും. ആ കേട്ട് പഠിക്കുന്ന കുറെ നേതാക്കന്മാര് കുറെ പറയും, അത് കേട്ട് അണികളും വിശ്വസിക്കും. ഞാൻ നന്നായി വായിച്ച് പഠിച്ച് മനസ്സിലാക്കി ഒരു തുള്ളി അറിവ് മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ മനസ്സിലാക്കിയത് അറിഞ്ഞ് മനസ്സിലാക്കി തന്നെയാണ്. ദാ ഇത് കാണും. അപ്പൊ ഇനി നീ എന്നൊരു ആൺകുട്ടിയെ ഞാൻ എക്സാമ്പിൾ എടുക്കുന്നു. അടുത്ത തലമുറയിൽ ദാ നിന്റെ സ്പേം എന്ന് പറയുന്നതിൽ നീ നിരന്തരം കള്ളം പറഞ്ഞ്, ഞാൻ നേരത്തെ പറഞ്ഞു കള്ളം പറയാത്ത ഒരു കുട്ടി കൈപൊക്കാൻ പറഞ്ഞപ്പോൾ ആ ഒരു മോള് മാത്രമുണ്ട്. കാരണം പടച്ചോൻ ഏറ്റവും നല്ല ആത്മാവിനെ അയക്കണമെങ്കിൽ ഏറ്റവും നല്ല പുരയിടം വേണം. ദാ ഈ ഇരിക്കുന്ന ഒരു ആൺകുട്ടി, ഞാൻ ഈ ആൺകുട്ടിയായ ഞാൻ ഈ സ്പേമിൽ എന്റെ കള്ളത്തരത്തിന്റെ ജീൻ, മടിയുടെ ജീൻ, അലസതയുടെ ജീൻ, അശ്ലീല വീഡിയോ കാണുന്ന ജീൻ, മോശപ്പെട്ട പ്രവർത്തനത്തിന്റെ ജീൻ, കൂട്ടുകൂടി കറങ്ങി നടക്കുന്നതിന്റെ ജീൻ. നിങ്ങൾ എന്താ പറഞ്ഞത്? ഏറ്റവും കൂടുതൽ സമയം ഫ്രണ്ട്സിനോട് ചെലവാക്കണം. നല്ല കാര്യം, നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ. പക്ഷെ പ്രവാചകൻ പഠിപ്പിച്ചു, നീ വഴിവക്കിൽ കൂട്ടം കൂടി ഇരിക്കരുത് എന്ന്. ശരിയല്ലേ? അവസാന നാളിൽ പടച്ചോൻ ദൃഷ്ടി പുലർത്താത്തവരാരെയാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നവരോട്. 2, പുരുഷവേഷം കെട്ടി നടക്കുന്ന സ്ത്രീ. ഇങ്ങനെ പല പല കാര്യങ്ങൾ പറയാനുണ്ട്. പറയാനെന്താ ഞാൻ അങ്ങനെ പറഞ്ഞു പോവും. ഞാൻ ചുരുക്കുന്നു. ഐ ആം ഫോഴ്സ്ഡ് ടു, ഞാൻ ചുരുക്കുകയാണ്. ഇതാ ഈ ജീനുകളുള്ള ഈ സ്പേമിനെ കള്ളൻ സ്പേം എന്ന് പറയുമോ സത്യസന്ധതയുടെ സ്പേം എന്ന് പറയുമോ? ഉറക്കപ്പറ കള്ളൻ സ്പേം. ഇനി ഇതാണ് പെൺകുട്ടിയായ നമ്മുടെ, നിങ്ങൾ ഓരോരുത്തരുടെയും. നിങ്ങൾ ഇന്നലെ വരെ അമ്മയോട് കള്ളം പറഞ്ഞു. കള്ളത്തരത്തിന്റെ ജീൻ, മടി, അലസത, മുൻകോപം, ക്ഷമയില്ലായ്മ, വായനയില്ലായ്മ, മേക്കപ്പിൽ താല്പര്യം, അങ്ങനെ മോശപ്പെട്ട പല കാര്യങ്ങളും ഉണർന്നപ്പോൾ ഇതിനെ കള്ളി അണ്ടമെന്ന് പറയുമ്പോ സത്യസന്ധതയുടെ അണ്ടം എന്ന് പറയുമോ? ഉറക്കപ്പറ കള്ളി അണ്ടം. ഇനി നീ നിന്റെ ബുദ്ധി ഉപയോഗിച്ച് തിരിച്ചറിയും. ഇങ്ങനെ ഒരു കള്ളൻ പയ്യൻ, അവന്റെ കള്ളൻ സ്പേമും ഇങ്ങനെയുള്ള ഒരു പെണ്ണിന്റെ കള്ളി അണ്ടവും തമ്മിൽ ചേർന്നാൽ നിനക്ക് കിട്ടും 2n=46 ഡബിൾ തരികിട കള്ളനും കള്ളിയും മക്കൾ. അപ്പൊ ഇന്നു മുതൽ ചെയ്യേണ്ടത് ഈ ജീനുകളെ തിരിച്ചു പിടിക്കണം. നമ്മളുടെ നിയന്ത്രണത്തിലാണ് ജീനുകൾ. അതിനാണ് ദൈവം നമുക്ക് മനസ്സ് തന്നിരിക്കുന്നത്. മൃഗങ്ങൾക്കുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ? ജന്മവാസന മാത്രം. നീ പൂച്ചയെ കൊണ്ട് വളർത്തി നോക്കിക്കൊള്ളൂ. ആ പൂച്ച പ്രസവിച്ചാലും എത്ര പ്രസവിച്ചാലും ആ പൂച്ച എലിയെ കണ്ടാൽ ചാടി വീണ് പിടിക്കും. പൂച്ചയും പക്ഷിയും മൃഗങ്ങളും എല്ലാം ഇന്നും പഴയ കൂട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അവരാരും പുതിയ സിമന്റ് കൊണ്ടുവന്ന് പുതിയ കെട്ടിടം ഉണ്ടാക്കുന്നില്ല. ശരിയല്ലേ? എന്നാൽ മനുഷ്യന് മാത്രം ദൈവം കൊടുത്ത പ്രത്യേകതയാണ്
ജന്മവാസനയെ അതിജീവിക്കാനുള്ള കഴിവ് ഉപനിഷത്തുകൾ പറയുന്നു, തിരിച്ചറിവിനുള്ള കഴിവ്, വിശേഷ ബുദ്ധിക്കുള്ള കഴിവ്. എസ്വർണോ എസ്വർണോ ഇനി ഇത്രയും നേരമായിട്ട് ഒരൊറ്റ ആൺകുട്ടികളുടെയോ പെൺകുട്ടികളുടെയോ കണ്ണുകളിൽ ഒരു തുള്ളി വെള്ളം പോലും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളിൽ ഒരാളിനെ പോലും ദൈവം സ്പർശിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷേ നീ അകം ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് നോക്കാം. ഇത് പ്രവാചകൻ പറഞ്ഞ ഹദീസിനെ ബേസ് ചെയ്ത് ബയോളജിക്കലി ഞാൻ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. ഹദീസിൽ എങ്ങനെയാണ് പറഞ്ഞേക്കുന്നതെന്ന് അറിയാമോ? തിരുമേനി പഠിപ്പിച്ചു, സത്യം നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും വഴിതെളിക്കും. അങ്ങനെ സത്യവും നന്മയുള്ള വ്യക്തികളെ കുറിച്ച് പടച്ചവന്റെ അടുത്ത് രേഖപ്പെടുത്തിയിരിക്കും സത്യസന്ധൻ, സത്യവാൻ. കള്ളം അധർമ്മത്തിലേക്കും അധർമ്മം നരകത്തിലേക്കും വഴി തുറക്കും. അങ്ങനെയുള്ളവരെ കുറിച്ച് പടച്ചവന്റെ അടുത്ത് രേഖപ്പെടുത്തിയിരിക്കും കള്ളൻ. ഇതിലേക്ക് മാറ്റിയത് ശരിയായ ആലോചിക്കുക. നീ കള്ളനും കള്ളിയുമായി അധപ്പതിച്ചാൽ, ആ ജീനുകൾ ഉണർന്നാൽ, അത് നിന്റെ മക്കളിൽ ഉണർന്ന ഡോമിനന്റ് ജീൻ. ഡോമിനന്റ് ജീൻ കേട്ടിട്ടുള്ളവർ കൈമുക്കിയേ. അത് ഡോമിനന്റ് ജീനായി മക്കളിലേക്ക് വന്നാൽ അവർ അത് പ്രകടിപ്പിക്കുകയോ പ്രകടിപ്പിക്കില്ലേ? ഐ ലവ് യുടാ, പ്രകടിപ്പിച്ചിരിക്കും. അതാണ് സത്യം. അതാണ് ഇന്ന് നമ്മുടെ മക്കളിൽ പലരെയും എടുത്താൽ. പ്രത്യേകിച്ച് ഞാൻ ഒരു രഹസ്യം നിങ്ങളോട് പറയാം. ആർക്കും എന്നോട് ദേഷ്യം തോന്നണ്ട. രഹസ്യം വേണോ വേണ്ടേ? വേണം. നിങ്ങളുടെ വീട്ടിൽ മാതാപിതാക്കളുടെ സ്വഭാവം ഒന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഏത് വീട്ടിൽ ചെല്ലുന്നോ ആ വീട്ടിലെ ഏറ്റവും ഇളയ കുട്ടിയുടെ സ്വഭാവം ഒന്ന് പരിശോധിച്ചാൽ മതി. ആ ഇളയ കുട്ടി പിടിവാശിയും മുൻകോപവും ദേഷ്യവും വൈരാഗ്യവും സൂത്രശാലിയുമാണെങ്കിൽ ഓർത്തോ, 80% ഉമ്മയും അങ്ങനെയായിരിക്കും, 20% ഉപ്പാനും അങ്ങനെ തന്നെയായിരിക്കും. പോയി അനലൈസ് ചെയ്തോ. അത് അങ്ങനെ അല്ലാതെ ഈ പണി ഞാൻ ഇവിടെ നിർത്തും. ഞാൻ പഠിച്ചിട്ട് പറയുന്ന ആളാണ്. 5 ലക്ഷത്തിലധികം. അപ്പൊ ആ മുൻകോപം. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നതിന് 2 വർഷം 5 വർഷം മുമ്പേ തന്നെ മക്കളെ ജനിപ്പിക്കാൻ പോകുന്ന ഭാര്യാഭർത്താക്കന്മാർ തന്റെ ഗുണനിലവാരത്തിന്റെ ജീനുകളെയെല്ലാം മാറ്റണം, ഉണർത്തണം. മോശപ്പെട്ട ജീനുകളെയെല്ലാം ഒതുക്കണം. 22 ദൈവിക ശക്തികളെ ഉണർത്തണം. അങ്ങനെ ഉണർത്തിയാൽ കൃഷ്ണനെയും ക്രിസ്തുവിനെയും പ്രവാചകന്മാരെ പോലെയുള്ള മക്കൾ നിങ്ങളുടെ ചെറുമക്കളായി ജനിച്ചു വരും. ഉറപ്പ്. എന്റെ കോളേജിന്റെ പിതാവായ ശ്രീ ശങ്കരാചാര്യ സ്വാമി 16ാമത്തെ വയസ്സിൽ സർവജ്ഞപീഠം കയറിയ ശങ്കരാചാര്യ സ്വാമിയുടെ അമ്മ ആര്യാമ്പ, അച്ഛൻ ശിവഗുരു. അവരൊന്നും കോളേജിൽ പോയി പഠിച്ചിട്ടില്ല. പക്ഷെ നന്മയുള്ളവർ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അകം ശുദ്ധവും വൃത്തിയുമുള്ളവർ. ആലോചിച്ചു. മോശമായ തരത്തിൽ ഒരു പയ്യൻ ഒരു പെൺകുട്ടിയുടെ പുറത്ത് തൊടാൻ പോലും പാടില്ല. അതിനാണ് ചില എന്നെ എതിർക്കുന്നത്. തൊട്ടാൽ എന്താ കുഴപ്പം? തൊട്ടാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മോശപ്പെട്ട ഇന്റൻഷൻ അകത്ത് വെച്ചുകൊണ്ടാണ് തൊടുന്നതെങ്കിൽ ആ തൊടലിലൂടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ബോഡിക്കകത്ത് നടക്കും. ഞാൻ ഇതുവരെ പറയുന്നുള്ളൂ. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് കയറാൻ പോകുന്നു. തേർഡായില്ല. ഫസ്റ്റ് പാർട്ട് ഇവിടെ തീരുന്നു. നമ്മൾ സെക്കൻഡ് പാർട്ടിൽ കയറുന്നു. സെക്കൻഡ് പാർട്ടിൽ റിസൾട്ട് ഉണ്ടെങ്കിലേ തേർഡിൽ കയറും. പടച്ചോൻ കുറെ നേരം കൊണ്ട് ദൈവം ഇവിടെ നിൽക്കുകയാണ്. നിങ്ങളെ സ്പർശിക്കാൻ പോവുകയാണ്. ഇപ്പം വരും സമയങ്ങളിൽ സ്പർശിച്ചിരിക്കും. All of you sit right please. Sit right. Sit right എന്ന് ഞാൻ IAS IPS പട്ടാളക്കാരിരിക്കുന്ന കണക്ക് നട്ടല് വളയ്ക്കാതിരിക്കാൻ. ചിലരൊക്കെ കേട്ട് കേട്ട് ശവപ്പെട്ടിയായി. Sit right. ഇത്രയും വയസ്സുള്ള ഞാൻ ഓരോ സെക്കൻഡ് കഴിയുന്നതോറും പവർഫുൾ ആയി പറയുന്നു. നിങ്ങൾ വല്ലതും അയ്യോ കോട്ടുമായിട്ട് കാണിച്ചില്ലായിരുന്നു. മറക്കരുത്, കോട്ടുവായിടാൻ കറക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞു 5 വാദം ഇപ്പം നിർത്തും. സിറ്റ് റൈറ്റ്. ടേക്ക് എ ലോങ് ബ്രീത്ത്. നല്ലൊരു ഓക്സിജനത്തേക്ക് എടുത്തേ. കീപ് ദി എയർ ഇൻ യുവർ ലങ്സ് ഫോർ 2 seconds, 3 seconds, 4 seconds. എക്സൈൽ സ്ലോലി സ്ലോലി. നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കണം. അത് ആ കുട്ടിയെ പഠിപ്പിച്ച് മനസ്സിലാക്കി വളർത്തണം. ഇന്ദ്രിയങ്ങൾ നിയന്ത്രണത്തിൽ നിൽക്കാൻ കഴിയുമെങ്കിൽ, അതാണ് ഗീത പറയുന്നത്, സ്വന്തം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നവന് ഈ ഭൂമി മുഴുവൻ നിയന്ത്രിക്കാൻ പറ്റും. അവനെല്ലാം നേടാൻ പറ്റും. പക്ഷേ ഇന്ദ്രിയങ്ങളുടെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയാത്ത വ്യക്തിക്ക് ഒന്നും നേടാൻ പറ്റില്ല. അവൻ ബ്ലൂ ഫിലിമുകളും അശ്ലീലങ്ങളുടെയും അടിമയാണ്. ഇനി ഇതൊക്കെ വിടുന്നു. ആരാണ് നിങ്ങൾ? നിങ്ങൾ പഠനത്തിൽ തോൽവിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൂടെ പറഞ്ഞേക്കാം. സീരിയലുകൾ കാണുന്നതിന് എനിക്ക് ഒരു വിരോധവും ഇല്ല.
ഈ മാതാപിതാക്കൾ സീരിയലുകൾ കാണട്ടെ, ആക്ടിവിറ്റീസ് കാണട്ടെ. പഠിക്കേണ്ട സമയങ്ങളിൽ നിങ്ങൾ പോയി 7 മണി മുതൽ 10 മണി വരെയുള്ള ഈ പരിപാടികൾ കണ്ടുകൊണ്ടിരുന്നാൽ ഒരു ദിവസം 3 മണിക്കൂർ വെച്ച് ഒരു അക്കാഡമിക് ഇയർ 200 ദിവസം അല്ലേ സാറേ? അങ്ങനെ ഒരു വർഷം 600 മണിക്കൂർ സാറിന്റെ മക്കളുടെ സമയം നഷ്ടപ്പെടുന്നു. അങ്ങനെ ഇന്ത്യൻ 5 വർഷം, ദാറ്റ് ഈസ് 3000 മണിക്കൂറുകൾ. ഇനി നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ഇരിക്കുന്ന വലിയ കുട്ടികൾ ഉൾപ്പെടെ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് കുറഞ്ഞത് ഇവരുടെ 3000 മണിക്കൂറുകളെങ്കിലും വെറുതെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി എങ്ങനെ IAS IPS IIT ഡോക്ടറും ആവും? ആലോചിച്ച് വെറുതെ ദൈവത്തിന് കുറ്റം പറയുന്നു. TV ഒക്കെ കാണാനുള്ളതാണ്, എല്ലാ ചാനലുകളും നല്ലതാണ്, നല്ല പ്രോഗ്രാംസുകളുണ്ട്, നല്ല നല്ല കാര്യങ്ങൾ കാണാം, അതൊക്കെ കാണണം. പക്ഷെ കുട്ടികൾ പഠിത്തം ഇല്ലാത്ത സമയങ്ങളിൽ കാണാൻ നോക്കുക. പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ പോയിരുന്ന് കണ്ടുകൊണ്ടിരുന്നാലോ ശരിയാവൂ? ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്, ശരിയാണ്. ഇത്രേ പറഞ്ഞു. ഇനി ഈ ഇരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ഒരു ത്രാസ് ഇറങ്ങി വരും. ഒരു ത്രാസ്, ഒരാളിന്റെ കോട്ടുവ ഞാൻ കണ്ടു, ഇനി 4 കോട്ടുവ മാത്രം. ഈ ഇരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും വിശ്വാസികളാണെങ്കിൽ അവരുടെ മുമ്പിൽ ഇപ്പൊ സ്വർണത്തിലുള്ള ഒരു ത്രാസ് താഴോട്ട് ഇറങ്ങി വരും. എവിടെ സാർ? ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ 6-ാം സൂറത്ത് പറഞ്ഞത്, ഈ കണ്ണുകൾ കൊണ്ട് ആ കണ്ണുകളെ കാണാൻ കഴിയില്ല. എന്നാൽ ആ കണ്ണുകൾ എപ്പോഴും ഈ കണ്ണുകളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും മറക്കരുത്, ആലോചിക്കണം. ഒരു ത്രാസ് അകക്കണ്ണുകൊണ്ട് കാണാൻ പറ്റും. നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വന്തം ത്രാസ്, ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ത്രാസ്, പുണ്യത്തിന്റെ തട്ടും പാപത്തിന്റെ തട്ടുമുള്ള ത്രാസ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോ ഇറങ്ങി വരും. നിങ്ങൾക്ക് കാണാൻ കഴിയും ഏത് തട്ടാണ് ഭാരം കൊണ്ട് താങ്ങി തൂങ്ങിയിരിക്കുന്നത് എന്ന്. അത് പുണ്യത്തിന്റെ തട്ടാണെങ്കിൽ നീ രക്ഷപ്പെട്ടു, പാപത്തിന്റെ തട്ടാണെങ്കിൽ നിനക്ക് പണിയും. എന്റെ ചോദ്യം, കഴിഞ്ഞ 5 വർഷത്തിനകത്ത് നീ ഈ സമൂഹത്തിലെ ആൾക്കാർക്ക് വേണ്ടി എന്ത് നന്മയാണ് പ്രവർത്തിച്ചത്? സഹോദരി എന്ത് നന്മയാണ് പ്രവർത്തിച്ചത്? സഹോദരി എന്ത് നന്മയാണ് പ്രവർത്തിച്ചത്? ഈ ഇരിക്കുന്ന സഹോദരിമാർ എന്ത് നന്മയാണ് പ്രവർത്തിച്ചത്? അപ്പൊ പുണ്യത്തിന്റെ തട്ട് ശൂന്യമാണെങ്കിൽ, ഒരുപാട് ഉമ്മമാർ ഗൾഫ് രാജ്യങ്ങളിൽ പോയപ്പോ എന്നോട് പറഞ്ഞു, മറ്റു ചിലടത്ത് പറഞ്ഞു, സാർ എന്റെ ഭർത്താവ് എപ്പോഴും മൊബൈൽ ഫോണിലും വാട്സാപ്പിലും ഈ ഫ്രണ്ട്സിലും നെറ്റ്വർക്കിലും പരിപാടിയിലുമാണ്, ഞങ്ങൾക്ക് അവരെ കിട്ടുന്നില്ല എന്ന്. ഞാൻ സമ്മതിച്ചു. പക്ഷെ എന്റെ ചോദ്യം, ലുക്മാൻ എന്ന ഒരാളുടെ പേര് എനിക്കിവിടെ അറിയാവും, അല്ലെങ്കിൽ ഈ സംഘാടകർ എത്രയോ മൊബൈൽ ഫോൺ കോളുകളും വാട്സാപ്പ് മെസ്സേജുകളും എന്തുമാത്രം പ്രവർത്തനങ്ങൾ ഈ ഗൾഫിലുള്ളവരും മറ്റു പുറത്തുള്ളവരുമായ നിങ്ങളുടെ ഭർത്താക്കന്മാർ ഈ മൊബൈലിലൂടെയും ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും ടെക്നോളജികളുടെ പുരോഗമനം അത് എത്രയെങ്കിലും പ്രവർത്തിപ്പിച്ചിട്ടാണ് ഇതുപോലെയുള്ള ക്ലാസുകളും ഇന്ന് ഈ ക്ലാസും ഇവിടെ നടത്തുന്നത്. കാരണം അവർ ഉണ്ടാക്കി കൂട്ടുന്ന പുണ്യത്തിന്റെ ഒരു ഓഹരിയാണ് നിങ്ങളുടെ തട്ടുകളിലേക്ക് വന്ന് കയറുന്നതെന്നുള്ളത് ആദ്യം നമ്മൾ തിരിച്ചറിയാൻ പരിശ്രമിക്കണം, അവരെ കുറ്റം പറയുന്നതിന് മുമ്പ്. പക്ഷെ കൂടെ ഭർത്താക്കന്മാരോട് ഞാൻ അപേക്ഷിക്കുന്നു, ഡെയിലി രാത്രിയിൽ 7 മണി മുതൽ ഉറങ്ങുന്ന 11 മണിക്കകത്ത് ഏതെങ്കിലും 1 മണിക്കൂർ സമയം നിന്റെ ഭാര്യയെ അറിയാനും അവർക്ക് പറയുന്നത് കേൾക്കാനും വേണ്ടി നീ ഇനി പ്രധാനമന്ത്രിയായിരുന്നാലും ശരി, നിന്റെ മൊബൈൽ ഫോൺ 1 മണിക്കൂർ നേരത്തേക്ക് സ്വിച്ച് ഓഫ് ചെയ്യണം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ കൈയടിക്കാം. അപ്പൊ 2 കൂട്ടർക്കും സന്തോഷമായല്ലോ. ആലോചിക്കും, എത്ര പ്രധാനപ്പെട്ടവരായാലും ശരി ആ 1 മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചാൽ മതി. ആ 1 മണിക്കൂർ സമയം എന്റെ ഭാര്യയ്ക്ക് പറയാനുള്ളത് കേൾക്കാനായി നീ ഇരിക്കണം. അപ്പൊ നിങ്ങളുടെ വിഷമവും തീർന്നല്ലോ. ശരിയല്ലേ? ശരിയല്ലേ? ആലോചിക്കും. അപ്പൊ ഇവർ ഓടി നടക്കുന്നത്, ഇസ്ലാം സമുദായത്തിലെ കുറെ പയ്യന്മാർ ചെറുപ്പക്കാർ ഓടി നടക്കുന്നത്, ഹിന്ദു സമുദായത്തിലെ കുറെ പയ്യന്മാർ നന്മയുള്ളവർ ഓടി നടക്കുന്നത്, ക്രിസ്ത്യൻ സമുദായത്തിലെ കുറെ നന്മയുള്ള പയ്യന്മാർ ഓടി നടക്കുന്നത് സ്വർഗത്തിലെ ബാങ്കിൽ പുണ്യത്തിന്റെ തട്ടിൽ പുണ്യം കൂട്ടുക എന്നുള്ള ആഗ്രഹത്തിന് വേണ്ടിയാണ്. അവർക്ക് ശക്തി പകരുക എന്നുള്ളതാണ് ഒരു ഉത്തമയും ശ്രേഷ്ഠതയുമുള്ള ഒരു ഭാര്യയുടെ കടമ, കർത്തവ്യം എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് നമ്മൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷയെ ഒന്ന് കാണാൻ പോവുകയാണ്. ശിക്ഷയെ സർ
അതെ, യേശുദേവൻ പറഞ്ഞ ശിക്ഷ, ധനികൻ ഒരു കാലവും സ്വർഗത്ത് പ്രവേശിക്കില്ല. അതിനേക്കാൾ എളുപ്പമാണ് ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കാൻ. ഈ ഇരിക്കുന്ന നിങ്ങളെ പലരും ലക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരുമാണ്. പക്ഷേ നിങ്ങളിൽ പലരും സ്വർഗത്തിലേക്ക് പ്രവേശിക്കില്ല. പ്രവേശിക്കണമെങ്കിൽ സൂറത്ത് 91 സംസ്കരിക്കൽ പരിപാടി ഇനി നടക്കണം. ഈ കാണുന്ന ക്ലിപ്പുകളൊന്ന് കാണണം. കാണുമ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി, എന്നെ എന്റെ ഉമ്മയും ബാപ്പയും ഇങ്ങനെയാണോ വളർത്തിയത്? ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ എന്ത് നന്മ ചെയ്തു? നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ രണ്ടാമത്തെ പാർട്ടിലേക്ക് കയറുക. സിനിമ കാണണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. സിനിമ കാണണം, TV കാണണം, എല്ലാ നല്ല കാര്യങ്ങളും കാണണം, നെറ്റ് കാണണം, ഒക്കെ കാണണം. പക്ഷേ നീ ഇതൊന്ന് കണ്ടു നോക്കിക്കേ. കണ്ണിന് കാഴ്ചയുള്ളവരെ ക്ഷണിക്കുന്നു. ജമൈക്കൻ, സൗത്ത് ആഫ്രിക്കൻ ആ കുട്ടി, 6 കുട്ടികൾ ആ ചീനിച്ചട്ടി നക്കിത്തുടച്ച് തിന്നുകയാണ്. അതിലൊന്നുമില്ല. കണ്ണു തുറന്ന് കാണും. ആ പാത്രം എത്ര നക്കിയിട്ടും തുറച്ചിട്ടും ആ കുട്ടികൾക്ക് തൃപ്തി വരില്ലെങ്കിൽ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, കുഴിമന്തി ബിരിയാണി ആവശ്യത്തിലധികം വാങ്ങിച്ചതെന്നും പെപ്സിയും കൊക്കോ കോളയും കുടിച്ചും കുടിപ്പിച്ചും നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഏറെ കൂടുതൽ പീഡിപ്പിക്കുമ്പോൾ പടച്ചോന്റെ സന്തതികളായ അനാഥ കുട്ടികൾ കോടിക്കണക്കിന്, ഇന്ത്യയിൽ മാത്രം 30 കോടി ജനങ്ങൾ, ലോകത്ത് 100 കോടി ജനങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതിരിക്കുമ്പോൾ എന്റെ മോളെ ഇങ്ങനെയുള്ള ഒരു പാവം കുട്ടിയുടെ പാത്രത്തിലേക്ക് ഒരു പൊതി ചോറ് നീ കൊണ്ട് വെച്ചു കൊടുത്തിട്ടുണ്ടോ? ഒരു കഷ്ണം ചിക്കൻ നീ കൊടുത്തിട്ടുണ്ടോ? ഒരു കേക്ക്, ഒരു ബ്രെഡ് നീ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ നിന്നെ ദൈവം അനുഗ്രഹിക്കും? നിനക്കെങ്ങനെ നന്മയുള്ള മക്കൾ ജനിക്കും? അറിയണം. കണ്ടോ, ആ കുട്ടികൾക്ക് ആഹാരമില്ല. നിങ്ങൾക്ക് നിന്റെ വാപ്പ ഗൾഫിൽ കിടന്ന് പാകിസ്ഥാന്റെ 1 ദിർഹംസ് റൊട്ടിയാണെങ്കിലും അത് വാങ്ങിച്ച് തിന്നുകൊണ്ട് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ആ റൊട്ടിയിൽ നിന്നുകൊണ്ട് വയറിറുക്കി കെട്ടി അവിടെ നിന്ന് പണം കഷ്ടപ്പെട്ട് കയറ്റി ഇങ്ങോട്ട് അയക്കുമ്പം നീ ഇവിടെ ജഗ്ഗിങ്സും ജീൻസും പിന്നെ മൊബൈൽ ഫോണുകളും ഫേസ്ബുക്കുകളും ഇന്റർനെറ്റും 3Gയും 4Gയും ബ്ലൂ ഫിലിമുകളും അടിച്ച് പൊളിച്ച് നടക്കുമ്പോ നീ അറിയുന്നില്ല, നിന്നെക്കാൾ അതപ്പതിച്ച മക്കൾ ദൈവം നിന്റെ അകത്ത് റെഡിയാക്കി ജനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. വാപ്പയെ അറിയാത്ത മകൻ ഒരിക്കലും നല്ല മകനാവില്ല മക്കളെ. വാപ്പയും ഉമ്മയും അറിയാത്ത പെൺകുട്ടികൾ ഒരിക്കലും നല്ല മക്കളാകില്ല. കാരണം നിന്റെ വാപ്പ എല്ലാം വാങ്ങിച്ചു തരുമ്പോ നീ പറയേണ്ടത് ഇത്രയേ ഉള്ളൂ, മതി വാപ്പ, ഇത്രയും മതി. എന്തിനിത്രയും എന്ന് പറയാനുള്ള ഒരു ചിന്താഗതി നിനക്കുണ്ടെങ്കിൽ നീ വീട്ടിൽ ചെന്ന് അച്ഛനോട്, കുടിച്ചിട്ട് വരുന്ന അച്ഛനെ വഴക്ക് പറയുന്നതിന് മുമ്പ് അച്ഛനോട് ചോദിച്ചു നോക്കണം, അച്ഛൻ ജീവിച്ചിട്ടുണ്ടോ എന്ന് അറിയണം. ആ കരുണയും നന്മയും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അച്ഛൻ വല്ലതും കഴിച്ചോ എന്ന് ചോദ്യം. 24 വയസ്സിൽ താഴെയുള്ളവരോട് നീ എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും വീട്ടിൽ ആഹാരം കഴിക്കുന്നു, റൈറ്റ്? നിന്റെ ഉമ്മയും ബാപ്പയും വീട്ടിലുണ്ടെങ്കിൽ, പാരന്റ്സ് വീട്ടിലുണ്ടെങ്കിൽ, നീ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ഒരുള്ള ചോറ് അല്ലെങ്കിൽ ആദ്യത്തെ പിടി ആഹാരം നിന്റെ അമ്മയും അച്ഛനെയും ഊട്ടിയതിന് ശേഷം, ആഹാരം അവരുടെ വായിൽ വെച്ചു കൊടുത്തതിന് ശേഷം മാത്രം ഡെയിലി ആഹാരം കഴിക്കുന്ന ആൺമക്കളോ പെൺമക്കളോ ഇതിനകത്തുണ്ടെങ്കിൽ പടച്ചോന്റെ നാമത്തിൽ സത്യം സത്യമായെന്ന് കൈകൊട്ടിയും ആഴ്ചയിൽ ഒരിക്കൽ വെച്ചെങ്കിലും മുടക്കാതെ മാതാപിതാക്കൾക്ക് ആഹാരം കൊടുത്തിട്ട് ആഹാരം കഴിക്കുന്ന മക്കളുണ്ടെങ്കിൽ ദൈവത്തിന്റെ നാമത്തിൽ സത്യം സത്യമായി കൈകൊട്ടിയും മാസത്തിൽ ഒരിക്കൽ വെച്ചെങ്കിലും അമ്മയ്ക്കും അച്ഛനും ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ഒരുള്ള ചോറോ ഒരു പിടി ആഹാരമോ അവരുടെ വായിലേക്ക് വെച്ചു കൊടുത്തിട്ട് തന്നെ 10 മാസം ഗർഭപാത്രത്തിൽ ചുമന്നോട് നടന്ന് ഖുർആൻ പറയുന്നു 2 വർഷത്തിലേറെ ഉമ്മ മക്കൾക്ക് പാല് കൊടുക്കണമെന്ന്. ആ രക്തം പാലാക്കി ആ ഉമ്മയുടെ പാല് മുഴുവൻ വലിച്ചു കുടിച്ചിട്ട് ആ ഉമ്മയോട് നന്ദിയില്ലാത്ത നമ്മളെ കുറിച്ച് ഖുർആൻ പറയുന്നു മനുഷ്യരിൽ അധികം പേർക്കും നന്ദിയില്ല എന്ന്. നിനക്ക് എന്ത് നന്ദിയാ മോളെ നിന്റെ വാപ്പയോടുള്ളത്, നിന്റെ ഉമ്മയോടുള്ളത്? അപ്പൊ ഒരുള്ള ചോറ് ഒരു പിടി ആഹാരം മാസത്തിൽ ഒരിക്കൽ പോലും കൊടുത്തിട്ടില്ലാത്ത മക്കളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളിൽ ആ ജീൻ ഉണർന്നില്ല എങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന മക്കളിൽ ആ ജീൻ ഉണരുക?
ആ ജീൻ ഉണർന്നിരുന്നുവെങ്കിൽ നിന്നെ ഒരുത്തന് കല്യാണം കഴിപ്പിച്ചയക്കുമ്പോൾ ചെന്ന് കയറുന്ന വീട്ടിൽ നീ കഴിക്കുന്നതിന് മുമ്പ് നീ ആദ്യത്തെ പിടി നിന്നെ പഠിപ്പിച്ചെടുത്ത ശീലമനുസരിച്ച് നീ നിന്റെ കെട്ടിയവന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ഇത്രയും നന്മയുള്ള ഒരു പെൺകുട്ടിയെ കിട്ടിയ പയ്യൻ ഒരിക്കലും ഡൈവേഴ്സ് ചെയ്യില്ല. ഞാൻ ഡൈവേഴ്സിനെതിരാണ്. ഡൈവേഴ്സ് നടക്കാതിരിക്കാനുള്ള ഒരു സീക്രട്ടാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. പക്ഷേ ഞാൻ മക്കളെ കുറ്റം പറയില്ല. ഈ മക്കൾ ഇത് കണ്ടുപഠിക്കണമെങ്കിൽ, അറിയണമെങ്കിൽ വീട്ടിൽ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഈ ശീലം ഉണ്ടായിരിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. ഞാൻ വായിച്ചിട്ടുണ്ട്. മുഹമ്മദ് തിരുമേനിയും ഐഷയും കൂടെ റൊട്ടിക്ക് മാവ് കുഴയ്ക്കുമ്പോ ഐഷ മാവ് കുഴയ്ക്കുകയും പ്രവാചകനായ നബി തിരുമേനി ചപ്പാത്തി പരത്തുകയും ചെയ്തിട്ട് അവർ കൂട്ടായിട്ട് കഴിക്കാനിരിക്കുമ്പോൾ ആദ്യത്തെ പിടി പ്രവാചകൻ എടുത്തിട്ട് പ്രേമപൂർവ്വം ഐഷയുടെ വായിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലം. ഇത് പണ്ട് എനിക്കറിയാമെങ്കിൽ എന്റെ ജീവിതം തകരില്ലായിരുന്നു. വായിക്കണം, ഒരുപാട് വായിക്കണം, അറിയണം. എന്റെ സഹോദരി, നീ നിന്റെ ഭർത്താവിന് ഒരു ഉരുളച്ചോറ് ജീവിച്ചിരിക്കുമ്പോ കൊടുക്കാതെ മരിച്ചു കഴിഞ്ഞിട്ട് ഉരുള വെച്ച് ബലിയിട്ടുകൊണ്ട് എന്തുണ്ട് ഗുണം? ജീവിച്ചിരിക്കുമ്പോഴാണ് ഭർത്താവിനെ സ്നേഹിക്കേണ്ടതും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കേണ്ടതും. അത് മക്കളുടെ മുമ്പ് വെച്ച് കൊടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ ആ മക്കൾ അത് പഠിച്ചെടുക്കുന്നു. അങ്ങനെ കുടുംബത്തിൽ പഠിച്ചെടുക്കുന്ന ആ നല്ല പെൺകുട്ടിയെയും നല്ല പയ്യന്മാരെയും ദൈവം ഏറെ ഇഷ്ടപ്പെടുന്നു. അവരുടെ പുറകെ ദൈവം എപ്പോഴും മാലാഖമാരെ കാവലേർപ്പെടുത്തിയിരിക്കും. എന്ത് ഭർത്താവിനെ സ്നേഹിച്ചു? ഒരുള്ള ചോറ് കൊടുത്തു പോലും ഒരു കഷ്ണം ഗൾഫിൽ നിന്ന് പറന്നു വരുന്ന ഭർത്താവിന്റെ പെട്ടിക്കകത്ത് എന്തുണ്ടോ നോക്കാൻ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ആ പെട്ടി അവിടെ കിടന്ന് ഓരോരുത്തരും നിറയ്ക്കാൻ പെടുന്ന പാടത്രയെന്ന് ഞാൻ ഈ അടുത്ത കാലത്ത് പോയി നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ്. അറിയാം നിങ്ങൾക്ക്? 10,000 രൂപ ഇങ്ങോട്ട് കയറ്റി അയക്കുമ്പോൾ 8,000 രൂപ പൈസയും 2,000 കടം വാങ്ങിച്ചാണ് ഭാര്യയ്ക്കും മക്കൾക്കും കയറ്റി അയക്കുന്നത്. ഭാര്യയ്ക്കും മക്കൾക്കും അതൊന്നും അറിയണ്ട. ഉഷാരായി നമുക്ക് പണം കിട്ടണം. നമുക്ക് കുഞ്ഞൻ തമ്പിയാർ പറഞ്ഞ പോലെ നമുക്കും കിട്ടണം പണം. കഷ്ടം. ഇങ്ങനെയുള്ള കുടുംബത്തിലേക്ക് എങ്ങനെ പടച്ചോൻ കാലി വെച്ച് കയറും സഹോദരി? ആദ്യം പറഞ്ഞത് നമ്മൾ തെളിയിക്കുകയാണ്. കള്ളം പറയുന്ന മക്കൾ ഉള്ള വീട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. കള്ളം പറയുന്നവർക്കും പാപികൾക്കും വൻ നാശം എന്ന്. കള്ളം പറയുന്ന മക്കൾ വീട്ടിൽ കിടക്കുന്നു. പടച്ചോൻ ദൈവം എങ്ങനെ വീട്ടിൽ കയറും? ഇല്ല. ഭർത്താവിനെ സ്നേഹിക്കാത്ത ഭാര്യയും ഭാര്യയെ സ്നേഹിക്കാത്ത ഭർത്താവും ദൈവം അങ്ങനെ വീട്ടിൽ കയറില്ല. അപ്പൊ നമ്മുടെ വീട് നരകമാക്കിയിട്ടേക്കുന്നത് ആരാണ്? നമ്മൾ. സർ, ഞാൻ തന്നെയാണ് എന്റെ വീടിനെ നരകമാക്കിയിട്ടുള്ളത്. അവിടെ തുടങ്ങുകയാണ് സ്വർഗം. എന്റെ തെറ്റ് തിരിച്ചറിയണം. അല്ല, ഞാൻ മറ്റുള്ളവരുടെ തെറ്റിന്റെ പുറകെ പോവല്ല. നീ എന്ത് നന്മയാണ് നിന്റെ വാപ്പയ്ക്ക് വേണ്ടി ചെയ്തത്? ഒരു റിസൾട്ട് വാങ്ങിച്ച് നീ നിന്റെ വാപ്പയ്ക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? ആ അഭിമാനിക്കാൻ തക്ക രീതിയിൽ ഒരെണ്ണം വാങ്ങിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? ഈ കുപ്പായം വാങ്ങിച്ചത് ആരാണ്? ഉപ്പാന്നും വാപ്പാന്നും കുപ്പി എന്നൊക്കെ വിളിച്ച് വാപ്പമാരെ സോപ്പിട്ട് ഓരോന്നും വാങ്ങിക്കും. തിരിച്ച് വാപ്പയ്ക്ക് നീ എന്താ കൊടുക്കുക? ഒരുള്ള ചോറ് പോലും കൊടുക്കില്ല, ഒരു ഉമ്മ പോലും കൊടുക്കില്ല വാപ്പമാർക്ക് ഉമ്മമാർ. ദാ ഇതൊന്ന് കണ്ടു നോക്കിയേ. നിനക്ക് കണ്ണിന് കാഴ്ചയുണ്ടെങ്കിൽ നീ ഇതൊന്ന് കാണുമോളെ. കാരണം നിന്നിൽ നിന്ന് നല്ല മക്കൾ ജന്മം കൊള്ളണം. 80% ഭാവിയിൽ ജനിക്കാൻ പോകുന്ന മക്കളുടെ സ്വഭാവം അമ്മയാകാൻ പോകുന്ന പെൺകുട്ടിയുടെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും. എന്നെ തൂക്കിക്കൊന്നാലും ഞാനിത് സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേ നടക്കും. കാരണം 10 മാസക്കാലം നിന്റെ ഉള്ളിലാണ് കിടക്കുന്നത്. കുട്ടി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട ഇതൊന്ന് കണ്ടു നോക്ക്. അമീർ ഖാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യന് ആ അമീർ ഖാൻ ഭാവിയിൽ ചിലപ്പോ ഭാരതരത്ന കിട്ടുന്ന പയ്യൻ. ആ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യന് അടുത്ത് വിളിച്ചു വരുത്തി. കാരണം അമീർ ഖാൻ പുണ്യത്തിന്റെ തട്ടറിയാം, അമീർ ഖാൻ ക്ലാസ് അറിയാം. ആ പയ്യനെ അടുത്ത് വിളിച്ച് ഒരു ബിസ്ക്കറ്റും ചായയും വാങ്ങിച്ച് അവന്റെ മുതുവിൽ തലോടുമ്പോ കണ്ടോ, അവന്റെ മുതുവിൽ തലോടുമ്പോ നീ എത്ര പാവപ്പെട്ട കുട്ടിയെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, നീ പാവപ്പെട്ട കുട്ടിക്ക് എത്ര ആഹാരം കൊടുത്തിട്ടുണ്ട് കണ്ടോ. അറിയണം, നമുക്ക് നന്മയുണ്ടാവണം. ആ നന്മയില്ലെങ്കിൽ നീ എത്ര പേരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്? ഭാര്യൻ അല്ലെങ്കിൽ നീ കാണാൻ ബ്ലൂ ഫിലിമോ അല്ലെങ്കിൽ മൊബൈൽ ചാർജ് ചെയ്തോ ജീൻസിന് വേണ്ടി ചിലവാക്കിയ പൈസകളിൽ ഒരു 10 രൂപ കൊടുത്ത് ഇവിടുത്തെ ബ്രെഡ് ബേക്കറിയിൽ നിന്ന് ഒരു ബ്രെഡോ ബണ്ണോ ബിസ്ക്കറ്റോ വാങ്ങിച്ച് റോഡിലിരിക്കുന്ന ഏതെങ്കിലും ഭിക്ഷ പട്ടിണി പാവങ്ങൾക്ക് ദാ മോനെ എന്റെ വക ഒരു ബിസ്ക്കറ്റ്
ദാ എന്റെ വക ഒരു ബ്രെഡ് എന്ന് നീ എത്ര പേർക്ക് ചെയ്തിട്ടുണ്ട്? ആർക്കും ചെയ്തിട്ടില്ല. എടാ, അതിനു വേണ്ടിയാണ് ഈ സംഘാടകരും ഗൾഫ് അസോസിയേഷനും ഒക്കെ അവർ നന്മ ചെയ്യുമ്പോൾ വരുന്ന ഭാവി തലമുറയിൽ നിങ്ങളാണ് നേതാക്കന്മാരായും മഹാത്മാഗാന്ധിയായും ഒക്കെ ഇവിടെ വരേണ്ടത്, ഏറ്റവും നന്മയുള്ള വ്യക്തികളായി മാറേണ്ടത്. ആ നന്മ നിനക്കില്ലെങ്കിൽ നിന്നെ എങ്ങനെയാണ് പടച്ചോൻ ഉയർന്ന സ്ഥാനത്ത് കൊണ്ടുപോവുക? ആലോചിച്ചു. മക്കളിൽ നന്മ പ്രവർത്തിപ്പിക്കാൻ പഠിപ്പിച്ചു കൊടുക്കില്ല, സ്വാർത്ഥത പഠിപ്പിച്ചു കൊടുക്കും, പക്ഷെ നന്മ പഠിപ്പിക്കില്ല. അതിന്റെ ഫലമായി എന്ത് പറ്റുമെന്നറിയാമോ? മക്കളും തകരും. മക്കളിൽ നിന്ന് അടുത്ത തലമുറ ഇതിനേക്കാൾ അധപ്പതിച്ചതും തകരും. നിങ്ങളെക്കാൾ അധപ്പതിച്ച മക്കൾ നിങ്ങൾക്ക് ജനിക്കാതിരിക്കാനാണ് ഇഷ്ടം. അതിനാദ്യം നീ ഉണരണം. ഇതൊന്ന് കണ്ടു നോക്കിയേ. WHO ക്യാമ്പ്. ഈച്ചവതിന്റെ മക്കളുണ്ട്. ഇവരെല്ലാം സ്വർഗത്തിലേക്ക് പോകും. നമ്മളിൽ പലരും നരകത്തിലേക്ക്. സ്വർഗം എന്നത് ആകാശത്തിലൊരു പെട്ടിയല്ല, ജീവിത വിജയമാണെന്ന് ഞാൻ വിചാരിക്കുന്നു, മനസ്സിലാക്കുന്നു. നരകം എന്നത് ജീവിത പരാജയം. ഇവിടെ പരാജയപ്പെട്ടാൽ അവിടെ വിജയിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഇവിടെ വിജയിക്കുന്നവനെ അവിടെ വിജയിക്കാൻ പറ്റുമെന്ന് ചിന്തയുണ്ടാവും. ദാ കാണും, കണ്ടു നോക്കിയേ. നീ ഇന്ത്യയെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും അറിയണം. ഓരോ 5 സെക്കൻഡിലും ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞു വെച്ച് മരിച്ചുകൊണ്ടിരിക്കുന്നു. ദാ കണ്ടോ, പാകിസ്ഥാൻ, ഇന്ത്യ, അമേരിക്ക, ലോകരാജ്യങ്ങൾ. ബൈബിൾ പഠിപ്പിക്കുന്നു, 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കാൻ. നീ നിന്റെ പഴയ ഡ്രസ്സെങ്കിലും റോഡിൽ ഇരിക്കുന്ന ഒരു കൊച്ചിന് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ദാ ഇതുപോലെയുള്ള ഏതെങ്കിലും മക്കളാണ് ദൈവം. കാരണം നിങ്ങൾ മൊബൈലുകൾ റേഡിയേഷൻ അടിക്കുന്നു. കണ്ടോ, ഒരമ്മയ്ക്ക് രക്തം കൊടുക്കാൻ, പാൽ കൊടുക്കാനില്ലാതെ ഓരോ അമ്മമാരും കാത്തിരിക്കുന്നു. വികലാംഗരായ മക്കളുടെ എണ്ണം കൂടുമ്പോൾ നിനക്ക് ജനിക്കുന്ന